ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥനയോടെ ആരംഭിക്കാം. അതിനു മുമ്പായി ഓൺലൈനായും അല്ലാതെയും കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും ഈ വേദ പഠന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യും. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗീയ പിതാവേ, വീണ്ടും ഒരു ബുധനാഴ്ചയുടെ തിരുവചന പഠനത്തിനായിട്ട് തിരുസന്നിധിയിൽ അടുത്തു വരുവാൻ ഞങ്ങൾക്കിടയാക്കിയത് ഓർത്ത് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങൾ വചനത്തിന് ചുറ്റുമായിരിക്കുമ്പോൾ വചനം ഗ്രഹിപ്പാൻ തക്കവണ്ണം ഞങ്ങളുടെ ഹൃദയങ്ങളെ അവിടുന്ന് കർത്താവെ വിശുദ്ധീകരിക്കുമാറാകണമേ എന്ന് അപേക്ഷിക്കുന്നു. അടിയനെ വിശുദ്ധീകരിക്കണം, കേൾക്കുന്ന നിന്റെ മക്കളെ ഓരോരുത്തരെയും വിശുദ്ധീകരിക്കണം. തിരുനാമ മഹത്വത്തിനായിട്ട് ഈ വചന പഠനം നടത്തപ്പെടുവാൻ അത് അനേകർക്ക് ജീവിതത്തിന്റെ രൂപാന്തരത്തിനും പുതുജീവൻ പ്രാപിക്കുന്നതിനും കർത്താവിനെ കൂടുതലായി മഹത്വപ്പെടുത്തുന്നതിനും മുഖാന്തരമാക്കി തീർക്കണമേ. അടിയനെയും ശക്തീകരിക്കണം. ബലഹീനതയും കുറവും ഒന്നും ഓർക്കാതെ അങ്ങയുടെ മഹത്വത്തിനായി അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ നിറച്ച് കർത്താവെ അങ്ങയുടെ വചനം വിഭാഗിപ്പാനായിട്ട് ഒരുക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. എല്ലാ കൃപകളാലും നിറയ്ക്കണം. ഓൺലൈനായും സംബന്ധിക്കുന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിച്ചാണ്. കൃപകളാൽ നിറയ്ക്കണം. ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയുണ്ടായി കേൾക്കുമാറാകണമേ. ആമേൻ. നമ്മള് അപ്പോസ്തലനായ പൗലോസ് തിമോഥെയോസിന് എഴുതിയ രണ്ടാമത്തെ ലേഖനം, അഥവാ പൗലോസ് അപ്പോസ്തലന്റെ ജീവിതാന്ത്യത്തിൽ എഴുതിയ ഏറ്റവും അവസാനത്തെ ലേഖനം ആണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ അവസാന ഭാഗത്തേക്ക് 4-ാം അധ്യായത്തിന്റെ 8 വാക്യങ്ങൾ വരെ നാം പഠിച്ചു. 4-ാം അധ്യായത്തിന്റെ 9 മുതലുള്ള വാക്യങ്ങളാണ് ഇന്ന് നമ്മുടെ ചിന്തയ്ക്ക് വിഷയീഭവിക്കുന്നത്. എങ്കിലും കഴിഞ്ഞ എപ്പിസോഡില് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞതായിട്ടുള്ള ഒരു പ്രസ്താവന, പ്രത്യേകിച്ചും അവസാനത്തെ പ്രസ്താവന, ഇപ്പോൾ തന്നെ ഞാൻ പാനീയാഗമായി ഒഴിക്കപ്പെടുന്നു, എന്റെ നിര്യാണ കാലവും അടുത്തിരിക്കുന്നു, ഞാൻ നല്ലപോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു, അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും, എനിക്ക് മാത്രമല്ല അവന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും കൂടെ എന്നുള്ള 6, 7, 8 വാക്യങ്ങള് അതിന്റെ ഒരു ചുരുക്കം മാത്രം ഒന്നുകൂടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ വേദ ഭാഗത്തേക്ക് പ്രവേശിക്കാം എന്ന് കരുതുന്നു. പൗലോസ് അപ്പോസ്തലന് 4-ാം അധ്യായത്തില് ഈ ലേഖനത്തിന്റെ ഏറ്റവും അവസാന അധ്യായത്തില് തീമോഥെയോസിനെ, എഫെസോസിലെ സഭയുടെ ശുശ്രൂഷയ്ക്കായിട്ട് നിയോഗിക്കപ്പെട്ട തീമോഥെയോസിനോട് കൊടുക്കുന്ന 2 പ്രധാന കൽപ്പനകൾ ആണ് ഇവിടെ 4-ാം അധ്യായത്തിന്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ നാം കണ്ടത്. ദൈവത്തെയും ജീവികൾക്കും മരിച്ചവർക്കും ന്യായവിസ്താരം നടത്തുവാനുള്ള ക്രിസ്തുയേശുവിനെയും സാക്ഷി വെച്ച് അവന്റെ പ്രത്യക്ഷതയും രാജ്യവും ചൊല്ലി സത്യം ചെയ്ത് കൽപ്പിക്കുന്നത് എന്ന് പറഞ്ഞാണ് ഈ 2 നിർദ്ദേശങ്ങളും പൗലോസ് തീമോഥെയോസിന് കൊടുക്കുന്നത്. അതായത് പൗലോസ് ഉടനടി കൊല്ലപ്പെടുമെന്നോ ഇത് തന്റെ അവസാന കത്താണെന്നോ അവസാന വാക്കുകളാണെന്നോ എന്നുള്ള ഒരു അർജൻസി, ആ വ്യഗ്രത അല്ലെങ്കിൽ ആ തിടുക്കം മാത്രമല്ല. കർത്താവായ യേശു ക്രിസ്തു വരുവാനായിട്ട് പോകുന്നു, അവന്റെ പ്രത്യക്ഷതയും രാജ്യവും ചൊല്ലി നീ അവന്റെ മുമ്പിൽ നിൽക്കേണ്ടതാണ്, നാം ഓരോരുത്തരും അവന്റെ മുമ്പിൽ നിൽക്കേണ്ടതാണ് എന്നുള്ള സത്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് 2 പ്രധാന ചുമതലകളെ ഫലമേൽപ്പിക്കുന്നു. ഒന്നാമത്തെ ചുമതല, പ്രീച്ച് ദ വേർഡ് ഇൻ സീസൺ ആൻഡ് ഔട്ട് ഓഫ് സീസൺ. വചനം പ്രസംഗിക്കുക, സമയത്തും അസമയത്തും വചനം പ്രസംഗിക്കാനായിട്ട് ഒരുങ്ങി നിൽക്കുക. അതിനെക്കുറിച്ച് നാം ചിന്തിച്ചു. 2ാമത്തെ കൽപ്പന എന്ന് പറയുന്നത്, നീയോ സകലത്തിലും നിർമ്മതനായിരിക്കുക, കഷ്ടം സഹിക്കുക, സുവിശേഷന്റെ പ്രവൃത്തി ചെയ്യുക, നിന്റെ ശുശ്രൂഷ നിറപടിയായി നിവർത്തിക്കുക. 1, പ്രീച്ച് ദ വേർഡ്, സുവിശേഷം വചനം പ്രസംഗിക്കുക, ഏത് സമയത്തും പ്രസംഗിക്കുക. 2, നീ ഒരു സുവിശേഷകന്റെ പ്രവൃത്തി നിറപടിയായി നിവർത്തിക്കുക, ഫുൾഫിൽ യുവർ മിനിസ്ട്രി. നിർമ്മതനായിരിക്കുക, കീപ് യുവർ ഹെഡ്, ബി ലെവൽ ഹെഡഡ്. നീ ഒരു കൃത്യമായി ഒരു സുവിശേഷന്റെ പ്രവൃത്തി ചെയ്യുവാൻ തക്കവണ്ണം, നിന്റെ ശുശ്രൂഷ നിറപടിയായി നിവർത്തിപ്പാൻ തക്കവണ്ണം നിന്റെ മനസ്സ് വളരെ തെളിഞ്ഞതായിരിക്കണം, വ്യക്തമായിരിക്കണം. വ്യക്തമായ ധാരണയോടുകൂടെ തല നേരെ പിടിച്ച് തന്നെ നിന്റെ ശുശ്രൂഷ ചെയ്യുക എന്നാണ് അവിടെ ഓർമ്മിപ്പിക്കുന്നത്. അതിനുശേഷമാണ് പറയുന്നത്, ഞാനോ ഇപ്പോൾ തന്നെ പാനീയാഗമായി ഒഴിക്കപ്പെടുന്നു. അപ്പോ
തന്റെ മരണത്തെ പിന്നീടാണ് ഓർമ്മിപ്പിക്കുന്നത്. ആദ്യം കർത്താവിന്റെ പ്രത്യക്ഷതയെ ഓർമ്മിപ്പിക്കുന്നു, പിന്നീട് തന്റെ മരണത്തെ ഓർമ്മിപ്പിക്കുന്നു. ഐ ആം ഓൾറെഡി ബീങ് poured ഔട്ട് ലൈക്ക് എ ഡ്രിങ്ക് ഓഫറിംഗ് ആൻഡ് ദ ടൈം ഫോർ മൈ ഡിപ്പാർച്ചർ ഈസ് നിയർ. ഞാൻ ഇപ്പോൾ തന്നെ പാനീയാഗമായി ഒഴിക്കപ്പെട്ടു, എന്റെ നിര്യാണ കാലവും ഞാൻ ഇവിടെ നിന്ന് പോകേണ്ട സമയവും അടുത്തിരിക്കുന്നു. ഡിപ്പാർച്ചർ എന്നുള്ളതിനെ കുറിച്ച് നാം ഓർത്തതാണ്. ഒരു കപ്പല് ഒരു തുറമുഖത്ത് നിന്ന് നങ്കൂരം എടുത്ത് യാത്ര ആരംഭിക്കുന്നതിന് ഉപയോഗിക്കുന്ന പദമാണ് ഇവിടെ ഡിപ്പാർച്ചർ, അല്ലെങ്കിൽ ഞാൻ പുറപ്പെടുവാൻ എന്റെ നിര്യാണ കാലം അടുത്തിരിക്കുന്നു എന്നുള്ളതിന് പൗലോസ് ഗ്രീക്കിൽ ഉപയോഗിക്കുന്ന വാക്ക്. തന്റെ കൂടാരം പൊളിച്ചു അടുക്കുവാനായിട്ട് പോകുന്നു, അല്ലെങ്കിൽ ഒരു കപ്പല് തുറമുഖത്ത് നിന്ന് എപ്രകാരം അതിന്റെ നങ്കൂരം ഉയർത്തി യാത്ര ആരംഭിക്കാനായിട്ട് തുടങ്ങുന്നുവോ, ഞാൻ അടുത്ത തുറമുഖത്തേക്ക്, കർത്താവിന്റെ അടുത്തേക്ക് യാത്രയാകുന്നു എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. പാനീയാഗമായി ഒഴിക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ ഒരു യാഗത്തെ കുറിച്ചാണ് അത് ഓർമ്മിപ്പിക്കുന്നതെന്ന് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലും ചിന്തിക്കുകയുണ്ടായി. ഞാൻ ഒരു വാക്യം കൂടെ അതിന്റെ പശ്ചാത്തലത്തിൽ പുതുതായി ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോസ്തലനായ പൗലോസ് റോമാലേഖനം 12-ാം അധ്യായം 1-2 വാക്യങ്ങളിൽ താന് വിശ്വാസത്തിന്റെ അടിസ്ഥാനം എന്താണെന്ന് 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ വിവരിച്ച് അതിനൊക്കെ ശേഷം 12-ാമത്തെ അധ്യായത്തിൽ പറയുന്നു, അതുകൊണ്ട് എന്റെ പ്രിയ സഹോദരന്മാരെ, ദൈവത്തിന്റെ മനസ്സിൽ ഓർപ്പിച്ച് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിനും പ്രസാദവുമുള്ള യാഗമായി സമർപ്പിക്കുക. ഈ ലോകത്തിന് രൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക. അവിടെ പൗലോസ് വിശ്വാസത്തിന്റെ അടിത്തറ എന്താണെന്ന് പറഞ്ഞ ശേഷം ഓരോ വിശ്വാസിയെയും പ്രബോധിപ്പിക്കുന്നത് നിങ്ങളുടെ ശരീരങ്ങളെ ഒരു യാഗമായി സമർപ്പിക്കാൻ. ഓഫർ യുവർ ബോഡീസ് ആസ് എ ലിവിങ് സാക്രിഫൈസ്. ആ പ്രബോധനം കൊടുത്തതായിട്ടുള്ള പൗലോസ് ഇപ്പൊ തന്റെ ജീവിതാവസാനത്തിൽ പറയുകയാണ്, ഞാൻ എന്റെ ശരീരത്തെ ഒരു പാനീയാഗമായി മുഴുവനായി ദൈവത്തിന് സമർപ്പിച്ചു. ആ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ, ആ ഒരു തിരിച്ചറിവിലാണ് പൗലോസ് ഓരോ ദിവസവും ജീവിച്ചതും തന്റെ വേല തികച്ചതും. ഞാൻ കർത്താവിനായിട്ട് എന്നെ തന്നെ ഒരു യാഗമായി സമർപ്പിക്കുന്നു. ഐ ഓഫർ മൈ ബോഡി ആസ് എ ലിവിങ് സാക്രിഫൈസ്. എന്റെ രക്തം ഞാൻ പാനീയാഗമായി ഒഴിച്ചു എന്ന് ഫിലിപ്പി ലേഖനം 2-ാം അധ്യായത്തിൽ പറയുന്നു. നിങ്ങളുടെ വിശ്വാസം എന്ന യാഗം അർപ്പിക്കുന്ന ശുശ്രൂഷയിൽ എന്റെ രക്തം ഒഴിക്കേണ്ടി വന്നാലും ഞാൻ സന്തോഷിക്കും. അപ്പോൾ ജീവിതത്തെ മുഴുവനായിട്ട് കർത്താവിനായിട്ട് സമർപ്പിച്ച ഒരു സുവിശേഷകന്റെ ജീവിതാന്ത്യത്തെയാണ് നാം ഇവിടെ കാണുന്നത്. അതിനുശേഷമാണ് താൻ പറയുന്നത്, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായിട്ട് വെച്ചിരിക്കുന്നു. നല്ല പോർ പൊരുതു എന്ന് പറയുമ്പോൾ ഐ ഫൈറ്റ് ദ ഗുഡ് ഫൈറ്റ്. നമുക്കറിയാം, പോരാട്ടം അല്ലെങ്കിൽ പോര് എന്നുള്ള വാക്ക് പൗലോസ് ഉപയോഗിക്കുമ്പോൾ എഫേസ്യ ലേഖനത്തില് പൗലോസ് പറയുന്നുണ്ട്, നമ്മുടെ പോരാട്ടം ആരോടാണ്? നമുക്ക് പോരാട്ടം ഉള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും, അല്ലെ, സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടും അത്ര. അപ്പൊ പോരാട്ടം ഓരോ വിശ്വാസിയും ജീവിതത്തിൽ ഒരു പോരാട്ടം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്, ഒരു സ്ട്രഗിൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്, ഒരു യുദ്ധമുഖത്താണ്, ഒരു പോർമുഖത്താണ്, ഒരു കളിക്കളത്തിൽ അല്ല. അവൻ ആരോടൊക്കെ യുദ്ധം ചെയ്യണം? ജഡത്തോട് യുദ്ധം ചെയ്യണം, ലോകത്തോട് യുദ്ധം ചെയ്യണം, അന്ധകാരത്തിന്റെ ലോകാധിപതിയായ പിശാചിനോടും അവന്റെ സകല ദുഷ്ടാത്മസേനകളോടും യുദ്ധം ചെയ്യണം. അപ്പൊ ഓരോ വിശ്വാസിക്കും റോമാലേഖനം 8-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു, ജഡത്തിന്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാകും. അപ്പൊ ജഡത്തിന്റെ ചിന്തയോട് യുദ്ധം ചെയ്യണം. പിന്നെ യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു, ലോക സ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു. അതുപോലെ തന്നെ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോട്, പിശാചിനോട് യുദ്ധം ചെയ്യണം. അപ്പൊ ഈ 3 പോരാട്ടത്തിലും നല്ലതായിട്ട് പോരാടി എന്ന് ജീവിതത്തിന്റെ അവസാനത്തിൽ പൗലോസിന് പറയാനായിട്ട് കഴിയും. നമുക്കും ഈ 3 പോരാട്ടങ്ങളും ഉണ്ട്. നമ്മുടെ ജഡത്തിന്റെ ചിന്തകളോട്, സിൻഫുൾ നേച്ചറിനോട്, പാപ സ്വഭാവത്തോട് ദിനംതോറും നാം യുദ്ധം ചെയ്യണം. 2, ലോകത്തിന്റെ മോഹങ്ങളോട്, ലോകത്തോടുള്ള സ്നേഹത്തോട്. ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകും. ലോകത്തിന്റെ കാലഗതികളെ വിട്ട് കർത്താവിനായിട്ട് ജീവിക്കണം. അതൊരു പോരാട്ടത്തിലാണ്. 3,
പിശാചിനോടുള്ള പോരാട്ടം. അപ്പൊ ഈ മൂന്നിലും താൻ വിജയം വരിച്ചു എന്നാണ് ഇവിടെ പറയുന്നത്. സാധാരണ നാം പൗലോസ് നല്ല പോർ പൊരുതു എന്ന് പറയുമ്പോഴേ പൗലോസ് ഒത്തിരി കഷ്ടം അനുഭവിച്ചെങ്കിലും പൗലോസ് ഇതിലൊന്നും തളർന്നു പോയില്ല എന്ന് മാത്രമേ നാം ഈ കാര്യത്തിൽ ചിന്തിക്കാറുള്ളൂ. എന്നാൽ അത് മാത്രമല്ല, പൗലോസിന് കഷ്ടതകളും പ്രതിസന്ധികളും ഒക്കെ ധാരാളം നേരിടേണ്ടി വന്നുവെങ്കിലും പൗലോസ് തന്റെ ജഡത്തോടും ലോകത്തിന്റെ മോഹങ്ങളോടും പിശാചിനോടും പോരാടി നല്ല പോർ പൊരുത് തന്റെ ആ യുദ്ധം ഭംഗിയായി അവസാനിപ്പിച്ചു, വിജയശ്രീലാളിതനായി അവസാനിപ്പിച്ചു. വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്ന പോലെ ജയിക്കുന്നവന് ഞാന് എന്നോടുകൂടെ ഇരിപ്പാൻ വരം നൽകും, ഞാനും ജയിച്ച് എന്റെ പിതാവിനോടുകൂടെ അവന്റെ സിംഹാസനത്തിൽ ഇരുന്നത് പോലെ. അപ്പോ അതുപോലെ ജയിക്കുന്നവന് ഞാൻ മറിഞ്ഞിരിക്കുന്ന മന്ന കൊടുക്കും, ജയിക്കുന്നവനെ ഞാൻ എന്റെ ആലയത്തിന്റെ തൂണാക്കും, ജയിക്കുന്നവന് ഞാൻ ഒരു പ്രത്യേക പേര് നൽകും. അപ്പൊ വെളിപ്പാട് പുസ്തകം എപ്പോഴും ജയിക്കുന്നവനെ കുറിച്ചാ പറയും, അല്ലെ? വെളിപ്പാട് പുസ്തകത്തിലെ ആദ്യത്തെ 7 സഭകളോടുള്ള ദൂതിലെല്ലാം ജയിക്കുന്നവനോടുകൂടെ, വി ആർ ഓവർകമേഴ്സ്. അപ്പോ ആ ജയാളിയായിട്ട് ജഡത്തോട് പോരാടി ജയിച്ചു, ലോകത്തോട് പോരാടി ജയിച്ചു, പിശാചിനോട് പോരാടി ജയിച്ചിട്ട് പറയുന്നു ഞാൻ നല്ല പോർ പൊരുതു എന്ന് തന്റെ ജീവിത അവസാനത്തിൽ പറയുവാനായിട്ട് കഴിയുന്നു. പിന്നെ പറയുന്നു ഞാൻ ഓട്ടം തികച്ചു. ഒരു പക്ഷേ പൗലോസ് തന്നെ ആയിരിക്കും എബ്രായ ലേഖനം എഴുതിയത്, അല്ലെ? അങ്ങനെയാണ് പൊതുവെ അനേകരും വിശ്വസിക്കുന്നത്. പൗലോസ് എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൽ പൗലോസ് എഴുതിയാണെങ്കിൽ പൗലോസ് പറയുന്നു, ആകയാൽ നാം സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം, സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. There is a race set before us. നമ്മുടെ മുമ്പിൽ ഒരു ഓട്ടം വെച്ചിട്ടുണ്ട്, അത് സ്ഥിരതയോടെ ഓടണം, എല്ലാവർക്കും ഓടണം. അതുകൊണ്ട് പൗലോസ് പറയുന്നു ഞാൻ എന്റെ ഓട്ടം തികച്ചു. മാത്രമല്ല 1 കൊരിന്ത്യർ 9-ാം അധ്യായത്തിന്റെ 24 മുതൽ 25 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നു ബിരുദു പ്രാപിപ്പാൻ തക്കവണ്ണം ഓടുവീൻ. എല്ലാവരും ഓടുന്നുവെങ്കിലും ഒരുവൻ മാത്രമേ ബിരുദ് പ്രാപിക്കുന്നുള്ളൂ. നിങ്ങളും പ്രാപിപ്പാൻ തക്കവണ്ണം ഓടുവീൻ. ഞാൻ എല്ലാവരോടും പ്രസംഗിച്ച ശേഷം ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി തീരാതിരിക്കേണ്ടതിന് എന്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കുക എത്ര ചെയ്യുന്നു. 1 കൊരിന്ത്യർ 9:24-25 വാക്യങ്ങൾ. അപ്പോ ഓട്ടത്തിൽ എന്തോ വേണം? ശരീരത്തെ ഡിസിപ്ലിൻ ചെയ്യണം. അപ്പൊ ഓട്ടം തികയ്ക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടണമെങ്കിൽ, പ്രാപിപ്പാൻ തക്കവണ്ണം ഓടണമെങ്കിൽ ശരീരത്തെ അച്ചടക്കത്തിൽ, ശിക്ഷണത്തിൽ ശരീരത്തിന്റെ മോഹങ്ങളെ പിടിച്ചടക്കി ജീവിക്കണം. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത് യേശുക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായി അവന് വിരോധമായി ഉയരുന്ന എല്ലാ ചിന്തകളും ഞങ്ങള് ഇടിച്ചു കളഞ്ഞു. 2 കൊരിന്ത്യരിൽ നാം വായിക്കുന്നത് 10-ാം അധ്യായത്തിൽ. യേശുക്രിസ്തുവിനോടുള്ള അനുസരണത്തിന് വിരോധമായി എന്റെ ജഡത്തിൽ പൊങ്ങി വരുന്ന എല്ലാ ചിന്തയും പിടിച്ചടക്കി. അപ്പൊ ശരീരത്തെ ഡിസിപ്ലിൻ ചെയ്ത് ഓട്ടം തികച്ചു. അതുകൊണ്ട് പൗലോസ് ഫിലിപ്പിയ ലേഖനം 3:14 പറയുന്നു പിമ്പിലുള്ളത് മറന്നു മുമ്പിലുള്ളതിന് ആഞ്ഞും കൊണ്ട് ക്രിസ്തുയേശുവിൽ പരമവിളിയുടെ വിരുദിനായി ലാക്കിലേക്കോടുന്നു. പുറകിലുള്ളതെല്ലാം മറന്ന് മുമ്പിലുള്ളതിന് ആഞ്ഞും കൊണ്ട് ക്രിസ്തുയേശുവിൽ ഒരേ ഒരു ലക്ഷ്യം. എബ്രായർ 12 അത് തന്നെ പറയുകയാണ്, അല്ലേ? വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. പാപികളാൽ തനിക്ക് ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചു കൊള്ളുവീൻ. യേശുവിനെ ധ്യാനിച്ച് അവന്റെ പരമവിളിയുടെ വിരുദിലേക്ക് യേശുവിനെ നോക്കിക്കൊണ്ട് തന്റെ ഓട്ടം തികച്ചു. ശരീരത്തിൽ യേശുക്രിസ്തുവിനോടുള്ള അനുസരണത്തിന് വിരോധമായി പൊങ്ങി വരുന്ന എല്ലാ മോഹങ്ങളെയും എല്ലാ ഇച്ഛകളെയും പിടിച്ചടക്കിയാണ് ഈ ഓട്ടം തികച്ചത്. പിമ്പിലുള്ളതൊക്കെ മറന്നുകൊണ്ട് മുമ്പിലുള്ളതിനാഞ്ഞും കൊണ്ട് യേശുക്രിസ്തുവിൽ പരമവിളിയുടെ വിരുദിനായിട്ട് താന് ഓടി, അല്ലെങ്കിൽ സകലത്തിലും വർജനം ആചരിച്ചോടി എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. പ്രിയമുള്ളവര്, ക്രിസ്തീയ ജീവിതം അങ്ങനെയാ. നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു എന്നൊക്കെ അല്ലേ അനേകരും പറഞ്ഞ വീട്ടില് എഴുന്നേറ്റ് നിന്ന് പലരെ കുറിച്ചും പറയാറുണ്ട്. പക്ഷെ ഈ അർത്ഥത്തിലല്ല അതൊന്നും പറയും, അല്ലേ? ഒരു അങ്ങ് പറഞ്ഞു പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പൗലോസിനെ പോലെ പറയുവാനായിട്ട് കഴിയണം. അപ്പോ നല്ല പോർ പൊരുതു എന്ന് പറഞ്ഞാൽ ജഡത്തോടും പിശാചിനോടും ലോകത്തോടും
പോരാടി ജയിച്ചു. ഓട്ടം തികച്ചു എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിനെ നോക്കിക്കൊണ്ട് സകലത്തിലും വർജനം ആചരിച്ച് ശരീരത്തിന്റെ മോഹങ്ങളെ പിടിച്ചടക്കി പിമ്പിലുള്ളതും മറന്ന് മുമ്പിലുള്ളതിനെ ആഞ്ഞുകൊണ്ട് ഓട്ടം ഓടിത്തീർത്തു. ജീവിത അവസാനത്തിൽ പറയുന്നതായി. പിന്നെ പറയുന്നു, ഞാൻ വിശ്വാസം കാത്തു. എന്താ വിശ്വാസം കാത്തെന്ന് പറയുന്നത്? എബ്രായ ലേഖനം 10-ാം അധ്യായത്തിലെ 38-ഉം 39-ഉം വാക്യങ്ങളെ നോക്കിയാൽ, എബ്രായ ലേഖനം 10-ന്റെ 38-ഉം 39-ഉം, എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും, പിന്മാറുന്നുവെങ്കിൽ എന്റെ ഉള്ളത്തിന് അവനിൽ പ്രസാദമില്ല. നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നു. ഞാൻ ഇതുവരെയും വിശ്വാസത്താൽ ജീവിച്ചു, വിശ്വാസത്താൽ രക്ഷിക്കപ്പെട്ടു, വിശ്വാസത്താൽ ജീവിച്ചു, നാശത്തിലേക്ക് പിന്മാറിയില്ല. വിശ്വാസത്താൽ ജീവിച്ച് വിശ്വാസത്തിന്റെ അന്തമായ ജീവരക്ഷ പ്രാപിച്ചു. ഈ 3 കാര്യങ്ങളും പൗലോസിന് പറയുവാനായിട്ടുണ്ട്. എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്ന് റോമാലേഖനം 1-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യത്തിൽ നിന്ന് നാം വായിക്കുന്നു. പ്രിയമുള്ളവരെ, അങ്ങനെയുള്ളവർക്കാണ്. എങ്ങനെയുള്ളവർക്ക്? നല്ലപോർ പൊരുത്, ഓട്ടം തികച്ച്, വിശ്വാസം കാത്ത. ഈ പറഞ്ഞ അർത്ഥത്തിൽ നല്ലപോർ പൊരുത്, ഓട്ടം തികച്ച്, വിശ്വാസം കാത്തവർക്ക് ഇനി എന്തോ കിട്ടാൻ പോകുന്നു? നീതിയുടെ കിരീടം എനിക്കായിട്ട് വെച്ചിരിക്കുന്നു. എന്നിട്ട് പൗലോസ് പറയുകയാണ്, എനിക്ക് മാത്രമല്ല, അങ്ങനെ ഈ ഓട്ടം തികച്ചവർക്ക്, ഈ പോർ പൊരുതി വിശ്വാസം കാത്തവർക്ക് എല്ലാവർക്കും കർത്താവിന്റെ വരവിങ്കിൽ നീതിയുടെ കിരീടം ലഭിക്കും. ഇതാണ് കഴിഞ്ഞ എപ്പിസോഡില് നാം ചിന്തിച്ചതിന്റെ ഒരു രത്ന ചുരുക്കം. എന്നിട്ട് പൗലോസ് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് തീമോഥെയോസിനോട് പറയുന്നത്, നീ വചനം പ്രസംഗിക്കുക, ഒരു ശുശ്രൂഷന്റെ വേല നീ നിറപടിയായിട്ട് നിവർത്തിക്കുക എന്ന് പറയുന്നു. അതിനുശേഷം ഇനിയും പൗലോസ് തന്റെ പേഴ്സണൽ റിമാർക്സ് പറയുകയാണ്. വ്യക്തിപരമായി തനിക്ക് പറയാനുള്ള കുറെ കാര്യങ്ങളിലൂടെ തീമോഥെയോസിനെ ഏൽപ്പിക്കുകയാണ്. തീമോഥെയോസിനോട് ആദ്യമായിട്ട് പറയുന്നത് എന്താണ്? 9-ാമത്തെ വാക്യം, വേഗത്തിൽ എന്റെ അടുക്കൽ വരുവാൻ ഉത്സാഹിക്കാം. യു ഹറി അപ്പ് ടു കം, ഡു യുവർ ബെസ്റ്റ് ടു കം ക്വിക്ക്ലി, കം ടു മീ ക്വിക്ക്ലി. എന്റെ അടുക്കൽ പെട്ടെന്ന് നീ വരണം. കാരണം എന്നാ? ഞാനിപ്പോൾ എന്റെ 2-ാമത്തെ പ്രതിവാദം നടക്കും. അതിനുശേഷം മിക്കവാറും ഞാൻ കൊല്ലപ്പെടുവാനായിട്ട് വിധിക്കപ്പെടും. അതുകൊണ്ട് ഡു യുവർ ബെസ്റ്റ് ടു കം ടു മീ ക്വിക്ക്ലി. നീ വേഗത്തിൽ, നിനക്ക് ചെയ്യാൻ കഴിയുന്നെല്ലാം എത്രയും വേഗം വരാൻ പറ്റുമോ അത്രയും വേഗം വരണം. അന്നത്തെ കാലത്താണ് അല്ലേ, പ്ലെയിൻ ഇല്ല, പായ്ക്കപ്പലിൽ യാത്ര ചെയ്യണം. തീമോഥെയോസ് എഫെസോസിലായിരിക്കുന്നു. എഫെസോസിൽ നിന്ന് വളരെ ദൂരം യാത്ര ചെയ്ത് വേണം ഇവിടെ വരാൻ. പൗലോസ് ഇപ്പൊ ആയിരിക്കുന്ന റോമിലേക്ക് വരുവാനായിട്ട് കരവഴി കുറെ യാത്ര ചെയ്യണമായിരിക്കും. പിന്നെ കപ്പലിൽ യാത്ര ചെയ്യണം അല്ലേ? ഒരു പക്ഷേ എഫെസോസിൽ നിന്ന് കരവഴി ത്രോവാസിൽ വന്നിട്ട് ത്രോവാസിൽ നിന്ന് കപ്പൽ കയറി ഇറ്റലിയിൽ വരണം, റോമിലേക്ക് വരണം. പിന്നെ റോമിന്റെ തീരത്തെ കപ്പൽ ഇറങ്ങിയാൽ അവിടെ നിന്ന് വീണ്ടും കരമാർഗം യാത്ര ചെയ്ത് അല്ലേ ഇറ്റലിയിൽ റോമിലേക്ക് വരണം. അപ്പൊ ഒരു നീണ്ട യാത്രയാണ്. അതുകൊണ്ട് പറയുന്നു, നീ വേഗം വരുവാൻ ഉത്സാഹിക്കുക. പിന്നെ അതുപോലെ തന്നെ പറയുന്നു, ശീതകാലത്തിന് മുമ്പ് നീ വരുവാനായിട്ട് ശ്രമിക്കുക എന്ന് പറയുന്നുണ്ട്. 21-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ശീതകാലത്തിന് മുമ്പേ വരുവാൻ ശ്രമിക്കുക. അവിടെയും പറയുന്നു, ഡു യുവർ ബെസ്റ്റ് ടു ഗെറ്റ് ഹിയർ ബിഫോർ വിന്റർ. തണുപ്പ് കാലത്തിന് മുമ്പ് വരണം. അത് പറയുന്നതിന്റെ പ്രധാന കാരണം, തണുപ്പ് കാലമായി കഴിഞ്ഞാൽ പിന്നെ കപ്പലുകള് യാത്ര നടത്തത്തില്ല. കപ്പലുകൾ മിക്കവാറും പോർട്ടിൽ അടുപ്പിച്ച് അല്ലെ തുറമുഖത്ത് തന്നെ അങ്ങ് കെട്ടിയിടും. അതുകൊണ്ട് കപ്പലൊന്നും അധികം കപ്പൽ യാത്ര ചെയ്യത്തില്ല. അതുകൊണ്ട് അതിനു മുമ്പ് നീ എത്രയും വേഗം ഇവിടെ എത്തണം. മാത്രമല്ല, തീമോഥെയോസ് ഇപ്പൊ എവിടെയാണ് ആയിരിക്കുന്നത്? എഫെസോസിൽ സഭാ ശുശ്രൂഷയിലായിരിക്കും. അപ്പൊ അവിടുത്തെ ശുശ്രൂഷ വിട്ടേച്ചു വരാനല്ല പറയുന്നത്, അവനെ റിലീവ് ചെയ്യാനായിട്ട്, തീമോഥെയോസിനെ റിലീവ് ചെയ്യാനായിട്ട് 12-ാമത്തെ വാക്യത്തിൽ പറയുന്നു, തിഹിക്കോസിനെ ഞാൻ എഫെസോസിലേക്ക് അയച്ചിരിക്കുന്നു. അപ്പോ തീമോഥെയോസിന്റെ ചുമതലകൾ ഏറ്റെടുക്കുവാനായിട്ട് തിഹിക്കോസിനെ അങ്ങോട്ട് തീമോഥെയോസിന് പകരം
അയച്ചിരിക്കുകയാണ്. ആരാണ് ഈ തിഹിക്കോസ്? തിമത്തിയോസിന്റെ ചുമതല, തിമത്തിയോസിനെ കുറിച്ച് നമുക്കറിയാം, വിശ്വാസത്തിൽ നിജപുത്രനാണ്. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിൽ പറയുന്നു, അവനോ മകൻ അപ്പന് ശുശ്രൂഷ ചെയ്യുന്നത് പോലെ എന്നോടുകൂടെ സുവിശേഷ ഘോഷണത്തിൽ പോരാടിയ വ്യക്തിയാണ് തീമത്തിയോസ്. അപ്പൊ തീമത്തിയോസ് അവിടുന്ന് പോരുമ്പോൾ തീമത്തിയോസിനെ റീപ്ലേസ് ചെയ്ത് ആ ചുമതല ഏറ്റെടുക്കാൻ വേറൊരാളിനെ അങ്ങോട്ട് വിട്ടു. ആ വ്യക്തിയാണ് തിഹിക്കോസ്. എഫേസ് ലേഖനം 6-ാം അധ്യായത്തിന്റെ 21-ഉം 22-ഉം വായിച്ചാല്, എഫേസ് ലേഖനം 6-ന്റെ 21-ഉം 22-ഉം തിഹിക്കോസിനെ കുറിച്ച് അവിടെ പറയുന്നത് ഇങ്ങനെയാണ്: ഞാൻ എങ്ങനെ ഇരിക്കുന്നു എന്ന്, എഫേസ് ലേഖനം 6-ാം അധ്യായം 21-ഉം 22-ഉം, ഞാൻ എങ്ങനെ ഇരിക്കുന്നു എന്ന് എന്റെ അവസ്ഥ നിങ്ങളും അറിയേണ്ടതിന് പ്രിയ സഹോദരനും കർത്താവിൽ വിശ്വസ്ത ശുശ്രൂഷകനുമായ തിഹിക്കോസ് നിങ്ങളോട് സകലവും അറിയിക്കും. നിങ്ങൾ ഞങ്ങളുടെ വസ്തുത അറിയുവാനും അവൻ നിങ്ങളുടെ ഹൃദയങ്ങളെ ആശ്വസിപ്പിപ്പാനുമായി ഞാൻ അവനെ നിങ്ങളുടെ അടുക്കലേക്ക് അയച്ചിരിക്കും. നോക്കിക്കാട്ടെ, എത്ര നല്ലൊരു ടെസ്റ്റിമണിയാണ് തിഹിക്കോസിനെ കുറിച്ച് പൗലോസിനെ പറയുവാനായിട്ടുള്ളത്, അല്ലേ? വാട്ട് എ ഗ്രേറ്റ് ടെസ്റ്റിമണി. ഒരാളിനെ അയക്കുമ്പം പൗലോസിന് ആ വ്യക്തിയെ കുറിച്ച് വളരെ കോൺഫിഡൻസ് ഉണ്ട്, അല്ലെ? വളരെ ധൈര്യമാണ്. ഇവിടെ എഫെസോസിലേക്ക് തീമത്തിയോസിന്റെ ശുശ്രൂഷ ഏറ്റെടുക്കുവാൻ അയക്കുമ്പോഴും ഹി വാസ് വെരി കോൺഫിഡന്റ് അബൌട്ട് തിഹിക്കോസ്. എന്താ പറയുന്നത്? അവന് വിശ്വസ്ത ശുശ്രൂഷകൻ എന്നാ പറയുന്നത്. ഞങ്ങളുടെ പ്രിയ സഹോദരൻ, ഹീസ് എ ബിലവഡ് ബ്രദർ ആൻഡ് ഹീസ് എ ഫെയ്ത്ത്ഫുൾ മിനിസ്റ്റർ. കർത്താവിന്റെ വിശ്വസ്ത ശുശ്രൂഷകനാണ് തിഹിക്കോസിനെ അയക്കുന്നതായിട്ട് പറയുന്നു. പിന്നെ പറയുന്നു, നിങ്ങൾ ഞങ്ങളുടെ വസ്തുത അറിയുവാനും അവൻ നിങ്ങളുടെ ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കാനുമായി ഞാൻ അവനെ നിങ്ങളുടെ അടുക്കലേക്ക് അയച്ചിരിക്കുന്നു. ഞങ്ങളെ കുറിച്ചുള്ളതൊക്കെ അവൻ വന്ന് പറയും. മാത്രമല്ല, ഹി വിൽ റിഫ്രഷ് യുവർ മൈൻഡ്സ്. നിങ്ങളുടെ ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കുന്ന ശുശ്രൂഷകനായി. പ്രിയമുള്ളവര്, നമ്മളെ കുറിച്ച് അങ്ങനെ ആരെങ്കിലും പറയും? നമ്മൾ ഒരിടത്ത് പോയാൽ വിശ്വസ്തനാണ്, അല്ലെ? പ്രത്യേകിച്ചും ശുശ്രൂഷകരെ കുറിച്ച് മാത്രമല്ല, എല്ലാ വിശ്വാസികളെ കുറിച്ചും ഇത് പറയുവാൻ എന്റെ മനം തണുപ്പിക്കുന്നവൻ, അല്ലേ? എന്റെ മനസ്സിന് ഒരു ഉന്മേഷം തരുന്നവൻ, ആശ്വാസം പകരുന്നവൻ, എന്നെ കർത്താവിൽ ഉത്സാഹിപ്പിക്കുന്നവൻ എന്ന് പറയുവാൻ തീക്കോസിനെ കുറിച്ച് അങ്ങനെ പറയുവാനായിട്ട് കഴിയും. അപ്പൊ എത്ര നല്ലൊരു, ഹി വാസ് എ ബിലീവർ ഫ്രം ഏഷ്യ. അവന് ആസിയയിൽ നിന്നുള്ള, ഈ അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം വായിച്ചാൽ തിഹിക്കോസ് ആസിയയിൽ നിന്നുള്ള ഒരു വ്യക്തി ആയിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. മസ്റ്റ് ബി ഏഷ്യ എന്ന് പറയുമ്പം എഫെസോസിന് ചുറ്റുപാടുമുള്ള ഏതെങ്കിലും ഏഷ്യ മൈനറിലെ സ്ഥലങ്ങളായിരിക്കും. അപ്പോസ്തല പ്രവൃത്തി 20-ന്റെ 4 വായിക്കാം. ബെരോവയിലെ പുറോസിന്റെ മകൻ സോപത്രോസും തെസ്സലോനിക്കക്കാരായ അരിസ്തർഹോസും സെക്കുന്തോസും ഗർഭക്കാരൻ ഗായോസും തിമത്തിയോസും ആസ്യക്കാരനായ തുഹിക്കോസ്. അപ്പോ എഫെസോസിലെ ഇത് പൗലോസ് അപ്പോസ്തലന് ഒരു 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 ശേഖരവുമായിട്ട്, അതായത് ഒരു കളക്ഷനുമായിട്ട് യെരുശലേമിലേക്ക് പോകുമ്പോൾ ഓരോ സഭയിൽ നിന്നുള്ള പ്രതിനിധികളെ കൂടെ കൂട്ടി. ആ പ്രതിനിധികളുടെ പേരായി അപ്പോസ്തല പ്രവൃത്തി 20-ന്റെ 4 പറയുന്നത്. അവിടെ ആസിയയുടെ സഭയുടെ പ്രതിനിധി ആരായിരുന്നു? തുഹിക്കോസും ത്രോഫിമോസും ഏഷ്യയിൽ നിന്നുള്ള, ഏഷ്യയിലെ സഭകളുടെ പ്രതിനിധികളായിരുന്നു. ഏഷ്യ മീൻസ് ഏഷ്യ മൈനറിലെ. വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായത്തിൽ പറയുന്ന ആ 7 സഭകളും എവിടെ ഉള്ളതായി? ആസിയയിലെ സഭകളാണ്. അപ്പൊ ആസിയയിലെ സഭയിലെ പ്രതിനിധിയായിരുന്നു തിഹിക്കോസ് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഞാൻ പറഞ്ഞല്ലോ, അവൻ വിശ്വസ്ത ശുശ്രൂഷകനാണ്, ചെല്ലുന്നിടത്ത് ആളുകളുടെ ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കുന്നവനാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. കൊലോസ്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 7-ഉം 8-ഉം വാക്യം വായിച്ചാലും, കൊലോസ്യ ലേഖനം 4-ന്റെ 7-ഉം 8-ഉം വായിച്ചാലും, എന്നാൽ വായിച്ചു. എന്റെ അവസ്ഥയൊക്കെ കർത്താവിൽ പ്രിയ സഹോദരനും വിശ്വസ്ത ശുശ്രൂഷകനും സഭാഭക്തനുമായ തീക്കോസിനോട് അറിയിക്കും. അവിടെയും തീക്കോസിനെ കുറിച്ച് പറയാനായിട്ട് ചില പ്രത്യേക വാക്കുകള് പൗലോസ് ഉപയോഗിക്കുന്നുണ്ട്. എന്റെ അവസ്ഥയൊക്കെയും കർത്താവിൽ പ്രിയ സഹോദരനും, എ ബിലവഡ് ബ്രദർ ഇൻ ക്രൈസ്റ്റ്, വിശ്വസ്ത ശുശ്രൂഷകനും, എ ഫെയ്ത്ത്ഫുൾ മിനിസ്റ്റർ,
സഹഭൃത്യനുമായ, അല്ലേ, കോ ലേബറർ ഓർ കോ സെർവന്റ് തിഹിക്കോസ്. തിഹിക്കോസിനെ എപ്പോഴും വിശേഷിപ്പിക്കുന്ന കർത്താവിൽ വിശ്വസ്ത ശുശ്രൂഷകൻ, മനം തണുപ്പിക്കുന്നവൻ, കർത്താവിൽ സഹഭൃത്യൻ, പ്രിയ സഹോദരൻ. പ്രിയമുള്ളവരെ, പൗലോസ് എത്രമാത്രം ഈ മനുഷ്യരെയൊക്കെ ഹൃദയത്തിൽ സൂക്ഷിച്ചിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട്, അല്ലേ. അപ്പൊ ഒരു റീപ്ലേസ്മെന്റ് ആയിട്ട് ഒരു സഭയിൽ അയക്കുമ്പോഴും, അല്ലേ, തീമോഥെയോസ് ഇപ്പം എവിടേക്ക് വരണം? റോമിലേക്ക് വരണം. റോമിലേക്ക് വരുമ്പോ എഫെസോസിലെ ശുശ്രൂഷകൾ മുടങ്ങുവാൻ പാടില്ല. അവിടേക്ക് തിഹിക്കോസിനെ അയക്കുന്നു. എത്ര നല്ലൊരു വ്യക്തിയാണ് എഫെസോസിലെ സഭയ്ക്ക് വേണ്ടി അയക്കുന്നതെന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. മാത്രമല്ല, തീമോഥെയോസിനോട് വേഗത്തിൽ വരുവാൻ ഉത്സാഹിക്കുക എന്ന് പറയുമ്പോൾ ചിലരൊക്കെ തന്നെ വിട്ടുപോയതായിട്ട് പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്. ദേമാസ് ഈ ലോകത്തെ സ്നേഹിച്ചിട്ട് എന്നെ വിട്ട് തെസ്സലോനിക്കയിലേക്ക് പോയി. ദേമാസ് ഈ ലോകത്തെ സ്നേഹിച്ചിട്ട്, he loved the world and deserted me and went to Thessalonica. ലോകത്തെ സ്നേഹിച്ച് വിട്ടുപോയ ഒരു മനുഷ്യൻ. ഈ ദേമാസിനെ കുറിച്ച് കൊലോസ് ലേഖനം 4:14 നാം വായിക്കുന്നുണ്ട്. കൊലോസ്യർ 4:14 3 പ്രാവശ്യം ദേമാസിനെ കുറിച്ച് സുവിശേഷങ്ങളിൽ പറയുന്നുണ്ട്. കൊലോസ്യർ 4:14 വായിച്ചാൽ, വൈദ്യനായ പ്രിയ ലൂക്കോസും ദേമാസും നിങ്ങളെ വന്ദനം ചൊല്ലുന്നു. കൊലോസ്യർക്ക് എഴുതുമ്പോൾ പറയുകയാണ്, വൈദ്യനായ പ്രിയ ലൂക്കോസും ദേമാസും. ദേമാസിനെ പ്രത്യേകിച്ചൊരു വിശേഷണമൊന്നും അവിടെ പറയുന്നില്ല. ഇനി ഫിലേമോന്റെ ലേഖനം 24-ാമത്തെ വാക്യം, അവിടെ സഹഭൃത്യൻ അല്ലെങ്കിൽ കൂട്ടുവേലക്കാരൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മർക്കോസിനോടും ലൂക്കോസിനോടും കൂടെ കൂട്ടുവേലക്കാരനായിരുന്നു ഫിലേമോൻ. 24 വായിച്ചാൽ, എന്റെ കൂട്ടുവേലക്കാരായ മർക്കോസും അരിസ്തർഹോസും ദേമാസും ലൂക്കോസും. അരിസ്തർഹോസും ദേമാസും ലൂക്കോസും നിനക്ക് വന്ദനം ചെല്ലുന്നു ഫിലേമോനോട് പറയുക. എന്നാൽ കൂട്ടുവേലക്കാരനായിട്ട് കൂടെ നിന്ന വ്യക്തി ഇപ്പൊ എന്തോ എടുത്തു? പൗലോസിന്റെ ഒരു വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു സമയം, വളരെ നിർണായകമായ ഒരു സമയത്ത് കൂടെ നിൽക്കാതെ ലോകത്തെ സ്നേഹിച്ചിട്ട് അങ്ങോട്ട് പോയി? തെസ്സലോനിക്കയിലേക്ക് പോയി. എന്താണ് ഈ ലോക സ്നേഹം? ദേമാസിന്റെ ലോക സ്നേഹം എന്താണെന്ന് അവിടെ വ്യക്തമാകുന്നില്ല. ഒരുപക്ഷെ ചിലരെങ്കിലും പറയുന്നത് തെസ്സലോനിക്കക്കാരത്തിയായ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ പുള്ളി ആഗ്രഹിച്ച് അങ്ങോട്ട് പോയതായിരിക്കും. ആ പെൺകുട്ടി വിവാഹം കഴിഞ്ഞാൽ മിനിസ്ട്രിക്ക് വരാൻ, അല്ലെ, ശുശ്രൂഷയ്ക്ക് വരാൻ താല്പര്യം കാണിക്കുന്നില്ല. അതുകൊണ്ട് ആ പെൺകുട്ടിയോടുള്ള സ്നേഹം കൊണ്ട് അദ്ദേഹം അതിനെ വിവാഹം കഴിക്കാനായിട്ട് തെസ്സലോനിക്കയിലേക്ക് പോയതാകും എന്ന് പറയപ്പെടുന്നു. അതൊക്കെ ഒരു ഊഹാപോഹങ്ങൾ മാത്രമാണ്. എന്നാൽ ഈ ലോക സ്നേഹം എന്താണെന്ന് നമുക്കറിയില്ല. ഏതായാലും ലോകത്തെ സ്നേഹിച്ചു എന്ന് പൗലോസ് പറയുമ്പോൾ യാക്കോബിന്റെ ലേഖനം 4-ാമത്തെ അധ്യായത്തില് നമുക്ക് കാണുവാനായിട്ട് കഴിയും, ലോക സ്നേഹം ദൈവത്തോട് ശത്രുത്വമാണ്. പ്രിയമുള്ളവരെ, ചിലരുടെയൊക്കെ പേരുകള് ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു. അപ്പോ 10-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ദേമാസ് ഈ ലോകത്തെ സ്നേഹിച്ചിട്ട് എന്നെ വിട്ട് തെസ്സലോനിക്കയിലേക്ക് പോയി. പിന്നെ ക്രെസ്കോസ് ഗലാത്യയ്ക്കും. ക്രെസ്കോസ് ആരാണെന്ന് കൂടുതൽ വിവരം നമുക്ക് അറിയത്തില്ല. പക്ഷെ പൗലോസിന്റെ ഒരു പ്രവർത്തകനായിരുന്നു, ഒരു കൂട്ടുവേലക്കാരനായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. പിന്നെ പറയുന്നു തീത്തോസ് ദൽമാത്തേക്കും പോയി. തീത്തോസിന്റെ ലേഖനത്തിൽ നാം വായിക്കുന്നുണ്ട്, തീത്തോസിനെ, അല്ലെ, തീത്തോസിന്റെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ തന്റെ 3 മിഷണറി യാത്രകളെ കുറിച്ച് മാത്രമേ അപ്പോസ്തല പ്രവൃത്തിയിൽ നാം കാണുന്നുള്ളൂ. എന്നാൽ 4-മതൊരു മിഷണറി യാത്ര ചെയ്തു എന്നുള്ളതിന്റെ തെളിവൂടെയാണിത്. കാരണം ക്രേത്ത എന്ന് പറയുന്ന സ്ഥലത്ത് ആദ്യത്തെ 3 മിഷണറി യാത്രയിലും പൗലോസ് പോയില്ല. ക്രേത്ത ഒരു ദ്വീപായിരുന്നു, ക്രീറ്റ് എന്ന് പറയുന്ന ഒരു ദ്വീപായിരുന്നു. അപ്പോ പൗലോസ് 4-മത്തെ മിഷണറി യാത്രയിലായിരിക്കും ക്രീറ്റ് എന്ന് പറയുന്ന ഈ ഐലൻഡില്, ക്രേത്തയില് പോയത്. അവിടെ ശുശ്രൂഷനാക്കി വെച്ച ഒരാളായിരുന്നു തീത്തോസ്. അവിടെ പറയുന്നു 5-ാമത്തെ വാക്യം, ഞാൻ ക്രേത്തയിൽ നിന്നെ വിട്ടേച്ചു പോകുന്നത് ശേഷിച്ച കാര്യങ്ങളെ ക്രമത്തിലാക്കേണ്ടതിനും ഞാൻ നിന്നോട് ആജ്ഞാപിച്ചതുപോലെ പട്ടണം തോറും മൂപ്പന്മാരെ ആക്കി വെക്കേണ്ടതിനും തന്നെ. അപ്പൊ വലിയൊരു ചുമതല
ക്രേത്തയിലെ സഭയുടെ ശുശ്രൂഷകനാക്കിയത് അവിടെ ചില കാര്യങ്ങളൊക്കെ ക്രമത്തിലാക്കേണ്ടതുണ്ട്. പിന്നെ മൂപ്പന്മാരെ ആക്കി വെക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി തീത്തോസിനെ അവിടെ ആക്കിയെന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. പിന്നെ 4-ാം അധ്യായത്തിന്റെ തീത്തോസ് 4:12 നമുക്ക് തീത്തോസിനെ കുറിച്ച് പറയുന്നത് കാണാനായിട്ട് കഴിയും. ഞാൻ അർത്തമാസിനെയോ തീക്കോസിനെയോ അങ്ങോട്ട് അയക്കുമ്പോൾ നിക്കപ്പോലീസിൽ വന്ന് എന്നോട് ചേരുവാൻ ശ്രമിക്കാൻ ഞാൻ ശീതകാലം കഴിപ്പാൻ നിശ്ചയിച്ചിരിക്കുന്നു. അപ്പൊ വീണ്ടും തീത്തോസിനെ അവിടെ നിന്ന് അർത്തമാസിനെയോ തീക്കോസിനെയോ അങ്ങോട്ട് അയക്കുമ്പോൾ നിക്കപ്പോലീസിൽ വന്ന് നീ എന്നോട് ചേരുവാൻ ശ്രമിക്കുക എന്ന് പറയുന്നു. എന്നാല് 2 കൊരിന്ത്യർ 2:12-13 വായിച്ചാല് തീത്തോസിനെ കുറിച്ച് നല്ലൊരു റിപ്പോർട്ട് കാണാനായിട്ട് കഴിയും. 2 കൊരിന്ത്യർ 2:12-13. ഞാൻ ക്രിസ്തുവിന്റെ സുവിശേഷം അറിയിപ്പാൻ ത്രോവാസിൽ വന്നാറേ ഞാൻ ക്രിസ്തുവിന്റെ സുവിശേഷം അറിയിപ്പാൻ ത്രോവാസിൽ വന്നാറേ കർത്താവിന്റെ പ്രവർത്തിക്കായി എനിക്കൊരു വാതിൽ തുറന്നു കിട്ടിയപ്പോൾ എന്റെ സഹോദരനായ തീത്തോസിനെ കാണാഞ്ഞിട്ട് മനസ്സിൽ സ്വസ്ഥതയില്ലായികയാൽ ഞാൻ അവരോട് യാത്ര പറഞ്ഞ് മക്കദോന്യക്ക് പുറപ്പെട്ടു. അപ്പൊ തീത്തോസിനെ കാണാതിരുന്നപ്പോ പൗലോസിന് മനസ്സിൽ ഒരു സ്വസ്ഥതയില്ലായ്മ ഉണ്ടായി. അതിന്റെ അർത്ഥം തീത്തോസ് ഹി വാസ് എ ബിലവഡ് ബ്രദർ ആൻഡ് ഹി വാസ് എ ബിലവഡ് മിനിസ്റ്റർ. വളരെ സ്നേഹിക്കുന്ന ഒരു ശുശ്രൂഷകനായിരുന്നു. അതേ ലേഖനത്തിൽ തന്നെ 8-ാമത്തെ അധ്യായം നോക്കിയാല് 8-ാം അധ്യായത്തിന്റെ 16 തൊട്ട് 24 വരെയുള്ള ഭാഗങ്ങള് തീത്തോസിനെ കുറിച്ച് പറയുവാനായിട്ടാണ് പൗലോസ് ഉപയോഗിച്ചിരിക്കുന്നത്. 8-ാം അധ്യായത്തിന്റെ 16 തൊട്ട്. നിങ്ങൾക്ക് വേണ്ടി തീത്തോസിന്റെ ഹൃദയത്തിലും ഈ ജാഗ്രത നൽകിയ ദൈവത്തിന് സ്തോത്രം. അവൻ അപേക്ഷ കൈക്കൊണ്ടു എന്ന് മാത്രമല്ല, അത്യുത്സാഹിയാകയാൽ സ്വമേധയായി നിങ്ങളുടെ അടുക്കലേക്ക് പുറപ്പെട്ടു. ഞങ്ങൾ അവനോടുകൂടെ ഒരു സഹോദരനെയും അയച്ചിരിക്കുന്നു. സുവിശേഷ സംബന്ധമായുള്ള അവന്റെ പുകഴ്ച സകല സഭകളിലും. തീത്തോസിനെ കുറിച്ച് എത്ര മനോഹരമായ ഒരു റിപ്പോർട്ട്. ഹി വാസ് എ സെലസ് ബ്രദർ. വളരെ അത്യുത്സാഹിയാണ്. എരിവോട് കർത്താവിന്റെ ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തിയാണ്. മാത്രമല്ല കർത്താവിന്റെ സുവിശേഷ സംബന്ധമായുള്ള അവന്റെ പുകഴ്ച സകല സഭകളിലും പരന്നിരിക്കുന്നു. ഇനിയും താഴോട്ടുള്ള ഭാഗം നമുക്ക് വായിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് 22-ാമത്തെ വാക്യം വായിക്കാം. ഞങ്ങൾ പലതിലും പലപ്പോഴും ശോധന ചെയ്ത് ഉത്സാഹിയായി കണ്ടു. ഇപ്പോഴോ തനിക്ക് നിങ്ങളെ കുറിച്ചുള്ള ധൈര്യം പെരുകിയാൽ അത്യുത്സാഹിയുമായിരിക്കുന്നത് നമ്മുടെ സഹോദരനെയോ അവരോടുകൂടെ അയച്ചിരിക്കുന്നു. തീത്തോസ് എനിക്ക് കൂട്ടാളിയും നിങ്ങൾക്കായിട്ട് വേലക്കാരനുമാകുന്നു. എത്ര മനോഹരമായ ഒരു ഡിസ്ക്രിപ്ഷൻ, ഒരു വിശദീകരണമാണ് തീത്തോസിനെ കുറിച്ച് പൗലോസ് അപ്പോസ്തലന് പറയുവാനായിട്ടുള്ളത്. അത്യുത്സാഹിയായ വ്യക്തി. ക്രേത്തയിലെ സഭയുടെ ശുശ്രൂഷകനായിരുന്നു. പല കാര്യങ്ങളും ക്രമത്തിലാക്കുവാനായിട്ട് മൂപ്പന്മാരെ നിയോഗിക്കാനായിട്ട് നിയമിച്ചിരുന്ന ഒരു വ്യക്തി. അങ്ങനെ വളരെ ശക്തമായിട്ട് പ്രവർത്തിച്ചതായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു തീത്തോസ്. ഇനിയും നാം നോക്കിയാല് 11-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ലൂക്കോസ് മാത്രമേ എന്നോട് കൂടെ ഉള്ളൂ. ഈ ലൂക്കോസ് ആരാണ്? നമുക്ക് ലൂക്കോസിനെ കുറിച്ച് അറിയാം. ലൂക്കോസിന്റെ സുവിശേഷം എഴുതിയത് ഈ വൈദ്യനായ ലൂക്കോസ് ആണ്. കൊലോസ്യ ലേഖനത്തിൽ നാം വായിച്ചു, വൈദ്യനായ പ്രിയ ലൂക്കോസ് അല്ലെ. അപ്പൊ ഹി വാസ് എ ഡോക്ടർ ബൈ ഫിസിഷ്യൻ, ഒരു ഡോക്ടറായി. അതുകൊണ്ടാണ് മെലിത്തയിലൊക്കെ പൗലോസിന്റെ കയ്യിലാണെങ്കിൽ പറ്റുമ്പം അവൻ നീര് വന്ന് വീർത്ത് മരിച്ചു പോകുമെന്ന് വിചാരിച്ചു എന്ന് പറയുന്നത്. ഈ രോഗങ്ങളെ കുറിച്ചൊക്കെ ലൂക്കോസ് എഴുതുമ്പോഴൊക്കെയും ലൂക്കോസ് അതിന്റെ കൃത്യമായ വിവരണം തരുന്നുണ്ട്. മഹോദരമുള്ള ഒരു മനുഷ്യൻ എന്ന് ലൂക്കോസിന്റെ സുവിശേഷത്തില് വായിക്കുന്നു. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള വളരെ സ്പെസിഫിക് ഡീറ്റെയിൽസ് എഴുതിയ ലൂക്കോസ്. മാത്രമല്ല പൗലോസിന്റെ കൂടെ ഒരു സന്തത സഹചാരിയായിരുന്നു. അപ്പോസ്തല പ്രവൃത്തിയില് ഞങ്ങൾ എന്ന് ആരംഭിക്കുന്ന പാസേജസ് ഉണ്ട്, വേദഭാഗങ്ങളുണ്ട്. അപ്പൊ ലൂക്കോസ് എഴുതുമ്പോ ഞങ്ങളെന്ന് ആരംഭിക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? ലൂക്കോസ് കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ നിന്ന് കപ്പൽ നീക്കി, ഞങ്ങൾ പോയി, ഞങ്ങൾക്ക് വേലയ്ക്കായി വാതിൽ തുറന്നു കിട്ടിയപ്പോൾ എന്നൊക്കെ പറയുമ്പോൾ ഹി വാസ് ഓൾവേസ് വിത്ത് പോൾ ഇൻ ദ മിനിസ്ട്രി മോസ്റ്റ് ഓഫൺ. എപ്പോഴും എവിടെങ്കിലും അയക്കുമ്പോഴല്ലാതെ ബാക്കിയുള്ള സമയം ഒക്കെയും പൗലോസിന്റെ കൂടെ ശുശ്രൂഷയ്ക്ക് കൂടെ ഉണ്ടായിരുന്ന വ്യക്തിയായിരുന്നു ആര്? ലൂക്കോസ്. ലൂക്കോസിന്റെ മാത്രമല്ല അപ്പോസ്തല പ്രവൃത്തി എഴുതിയതും ലൂക്കോസ് ആണെന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും.
മാത്രമല്ല തീമത്തിയോസിന്റെ ഈ രണ്ടാമത്തെ ലേഖനം ആ എഴുതിയത് പൗലോസ് പറഞ്ഞു കൊടുക്കുകയും അത് എഴുതിയെടുത്തത് ആരാ? ലൂക്കോസ് ആണെന്ന് കരുതപ്പെടും. ഈ ലാസ്റ്റ് ലെറ്ററും എഴുതുവാനായിട്ട് ദൈവം നിയോഗിച്ച പൗലോസിനെ കൂട്ടാളിയാക്കി തീർത്തത് ഈ ലൂക്കോസിനെയാണ്. ഇപ്പോ പൗലോസ് തനിച്ച് റോമൻ കാരാഗ്രഹത്തിൽ താന്റെ രണ്ടാമത്തെ പ്രതിവാദം ഇനി നടക്കണം. അതിനുശേഷം തന്നെ കൊലപ്പെടുത്തുവാനായിട്ട് നീറോ കൈസറുടെ വിധി വരും. താൻ ഇപ്പോൾ തന്നെ പാനീയാഗമായി ഒഴിക്കപ്പെടുന്നു എന്നൊക്കെ പറയുമ്പം കൂടെ നിൽക്കാൻ ഇപ്പൊ ആര് മാത്രമേ ഉള്ളൂ? ലൂക്കോസേ. വളരെ കൂടെ നിന്ന് ശുശ്രൂഷിച്ചതായിട്ടുള്ള ഒരു മനുഷ്യനെ നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയും. പിന്നെ പൗലോസ് ചില പേരുകള് പറയുന്നുണ്ട്. 13-ാമത്തെ വാക്യം നോക്കിയാല്, ഞാൻ ത്രോവാസിൽ കർപ്പോസിന്റെ പക്കൽ വെച്ചേച്ചു പോകുന്ന പുതപ്പും പുസ്തകങ്ങളും വിശേഷാൽ ചർമ്മലിഖിതങ്ങളും നീ വരുമ്പോൾ കൊണ്ടുവരിക. എന്താണ് അത് അർത്ഥമാക്കുന്നത്? കർപ്പോസ് എന്ന് പറയുന്ന ഒരു വ്യക്തി. അപ്പൊ പൗലോസ് അറസ്റ്റ് ചെയ്യപ്പെട്ടത് ഈ രണ്ടാമത്തെ ജയിൽവാസത്തില് പൗലോസ് അറസ്റ്റ് ചെയ്യപ്പെട്ടത് എവിടുന്നാണെന്നാണ് കരുതപ്പെടുന്നത്? ത്രോവാസിൽ വെച്ചാണ്. ത്രോവാസിൽ താമസിക്കുന്ന വ്യക്തിയാണ് ആര്? കർപ്പോസ്. കർപ്പോസ് ത്രോവാസിൽ താമസിക്കുമ്പോഴ് അപ്പൊ അതിനെക്കുറിച്ച് ഇപ്രകാരമാണ് പൊതുവെ ചിന്തിക്കപ്പെടുന്നത്. പൗലോസിനെ രണ്ടാമത് അറസ്റ്റ് ചെയ്യുമെന്ന് അവർക്ക് ഏതാണ്ട് ഉറപ്പായ സമയത്ത് ഒരാളിനെ അറസ്റ്റ് ചെയ്യുമ്പം റോമൻ പടയാളികള് ആ ആളിന്റെ കയ്യിലുള്ള മിക്കവാറും സാധനങ്ങളെല്ലാം അങ്ങ് എടുക്കും. പ്രത്യേകിച്ച് രണ്ടാമതൊരു വസ്ത്രം ഉണ്ടെങ്കിൽ അതെടുക്കും. കയ്യിലെ പുസ്തകങ്ങളോ മറ്റെന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടെങ്കിൽ അത് പിടിച്ചെടുക്കും. അപ്പൊ അറസ്റ്റ് ചെയ്യപ്പെടുമെന്ന് ഉറപ്പായപ്പോ പൗലോസ് തനിക്ക് പിന്നെയുള്ള ഒരു തണുപ്പ് കാലത്ത് ധരിക്കാനുള്ള ഒരു ഒറ്റ ഉടുപ്പാണ് പുതപ്പെന്ന് പറയും. ആ ഒറ്റ ഉടുപ്പ് ഇങ്ങനെ കഴുത്തം താഴെ വരെ നീളുന്ന ഒരു ഒറ്റ ഉടുപ്പ്. ആ ഉടുപ്പും തന്റെ കയ്യിലുള്ള ചില പുസ്തകങ്ങളും ചർമ്മലിഖിതങ്ങൾ, അതായത് തോലിൽ എഴുതപ്പെട്ട പഴയ നിയമ പുസ്തകങ്ങളുടെ ഭാഗങ്ങൾ, അതും ആരെ ഏൽപ്പിച്ചു? കർപ്പോസിനെ ഏൽപ്പിച്ചു. കർപ്പോസിനെ കുറിച്ച് നമുക്ക് കൂടുതലൊന്നും അറിയത്തില്ലെങ്കിലും ഇതൊക്കെ സൂക്ഷിച്ചു വെക്കാൻ കൊള്ളാവുന്ന ഒരു വിശ്വസ്തനാണ് കർപ്പോസ് എന്ന് നമുക്കറിയാം. ഇപ്പൊ പൗലോസിന് ഈ പുതപ്പ് വളരെ അത്യാവശ്യമാണ്. അതുപോലെ ഈ ജയിലിലായിരിക്കുമ്പോഴും തനിക്ക് ദൈവവചനം വായിക്കണം. അതുകൊണ്ട് പറയുന്നു, നീ എഫെസോസിൽ നിന്ന് യാത്ര ചെയ്ത് ത്രോവാസിൽ വരണം. നമ്മൾ ആ മാപ്പ് നോക്കിയാൽ നമുക്കറിയാം എഫെസോസ് കുറച്ചുകൂടെ താഴ്വശമാണ്, ഇന്നത്തെ ടർക്കിയുടെ ഒരു ഭാഗം. അവിടെ നിന്ന് കുറച്ചുകൂടെ മുകളിലേക്ക് പോണം. മുകളിലേക്ക് പോയി ത്രോവാസിൽ ചെന്ന് കപ്പൽ കയറി അതിന്റെ ആ അക്കരെ കരയിലേക്ക് പോകണം. അവിടുന്ന് യാത്ര ചെയ്ത് പിന്നീട് ഇറ്റലിക്ക് പോകണം. ഇറ്റലിക്ക് പോയിട്ട് വേണം അവിടെ നിന്ന് റോമിലേക്ക് കരമാർഗം യാത്ര ചെയ്യാൻ. ഇറ്റലിയുടെ തീരത്ത് എവിടെങ്കിലും ഇറങ്ങിയ ശേഷം അവിടെ നിന്ന് പിന്നീട് റോമിലേക്ക് താന് യാത്ര ചെയ്യും. അപ്പോ കർപ്പോസിനെ കുറിച്ച് അങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. പിന്നെ 14-ാമത്തെ വാക്യത്തില് പറയുന്നു, ചെമ്പ് പണിക്കാരൻ അലക്സാണ്ടർ എനിക്ക് വളരെ ദോഷം ചെയ്തു, അവന്റെ പ്രവർത്തികൾക്ക് തക്കവണ്ണം കർത്താവ് അവന് പകരം നൽകട്ടെ. ഈ ചെമ്പ് പണിക്കാരൻ അലക്സാണ്ടർ ആരാണ്? 1 തീമോഥെയോസ് 1:19-20 നാം വായിച്ചാൽ, ചിലർ നല്ല മനസാക്ഷി തള്ളിക്കളഞ്ഞിട്ട് അവരുടെ വിശ്വാസ കപ്പൽ തകർന്നുപോയി. ഹുമനയോസും അലക്സാണ്ടറും ഈ കൂട്ടത്തിലുള്ളവർ ആകുന്നു. അവർ ദൂഷണം പറയാതിരിപ്പാൻ പഠിക്കേണ്ടതിന് ഞാൻ അവരെ സാത്താനെ ഏൽപ്പിച്ചിരിക്കുന്നു. ചിലർ നല്ല മനസാക്ഷി തള്ളിക്കളഞ്ഞ് അവരുടെ വിശ്വാസ കപ്പൽ തകർന്നുപോയി. അങ്ങനെയുള്ള ഒരാളായിരുന്നു ആര്? ഈ അലക്സാണ്ടർ. അലക്സാണ്ടർ ജോലി എന്താണ്? ചെമ്പ് പണി, കോപ്പർ സ്മിത്ത് എന്ന് പറഞ്ഞാൽ ചെമ്പ് മാത്രമല്ലായിരിക്കും, ഇരുമ്പും സ്വർണവും ഒക്കെ പണിയുന്ന വ്യക്തിയായിരിക്കും. അപ്പോ ഈ അലക്സാണ്ടറിനെ കുറിച്ച് പറയുന്നത്, അവന് എന്തോ കാര്യത്തിന് ഇവര് ഈ കൂട്ടായ്മയിൽ നിന്ന് വിട്ടുപോയി, അവനെ കൂട്ടായ്മയിൽ നിന്ന് പുറത്താക്കി. മാത്രമല്ല, ഇപ്പോൾ ചിന്തിക്കപ്പെടുന്നത് ഈ അലക്സാണ്ടർ ആയിരിക്കും പൗലോസ് ഇപ്പൊ ത്രോവാസിൽ ഉണ്ടെന്നും ത്രോവാസിൽ വെച്ച് പൗലോസിനെ അറസ്റ്റ് ചെയ്യാമെന്നും ഒറ്റ കൊടുത്തത് ഈ അലക്സാണ്ടർ ആയിരിക്കും എന്ന് കരുതപ്പെടും. മാത്രമല്ല, പൗലോസിനെതിരെ കള്ളസാക്ഷ്യം പറഞ്ഞതും
പൗലോസിനെതിരെ ഈ അധികാരികളോട് ചെന്ന് കള്ളസാക്ഷി പറഞ്ഞതും അലക്സാണ്ടർ ആയിരിക്കും എന്ന് കരുതപ്പെടുന്നു. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് അലക്സാണ്ടർ എനിക്ക് വളരെ ദോഷം ചെയ്തു, പിന്നെ അവന്റെ പ്രവർത്തികൾക്ക് തക്കവണ്ണം കർത്താവ് അവന് ഇത് പകരം വീട്ടാനുള്ള ഒരു പ്രാർത്ഥനയായിട്ട് നമുക്ക് ഇതിനെ കാണാൻ കഴിയുകയില്ല. പക്ഷേ അവന്റെ പ്രവർത്തിക്ക് തക്കവണ്ണം ദൈവം അവന് പ്രതിഫലം കൊടുക്കും എന്നാണ് പൗലോസ് പറയുന്നത്. അതിനുശേഷം വീണ്ടും പറയുന്നു, അവൻ നമ്മുടെ പ്രസംഗത്തോട് അത്യന്തം എതിർത്ത് നിന്നതുകൊണ്ട് നീയും അവനെ സൂക്ഷിച്ചു കൊള്ളുക. ഇവിടെ തീമോഥെയോസിന് ഒരു വാണിംഗ് കൊടുക്കുകയാണ്, ഈ അലക്സാണ്ടർ ഇനി നിനക്കും ദോഷം ചെയ്യും, അതുകൊണ്ട് നീ അവനെ സൂക്ഷിച്ചു കൊള്ളണം, നിനക്കെതിരെയും അവൻ ഇങ്ങനെയൊക്കെ ചെയ്യുമായിരിക്കും എന്ന് പറയുന്നു. എന്നിട്ട് പറയുകയാണ്, എന്റെ ഒന്നാം പ്രതിവാദത്തിൽ ആരും എനിക്ക് തുണ നിന്നില്ല, എല്ലാവരും എന്നെ കൈവിട്ടു, അത് അവർക്ക് കണക്കിടാതിരിക്കട്ടെ. നോക്കിയാട്ട് ഇവിടെ പൗലോസ് വളരെ ഒരു പ്രയാസത്തിലാണ് ഇന്ന് സംസാരിക്കുന്നത്. ഓൺ ഹിസ് ഫസ്റ്റ് ഡിഫൻസ് അതിനെക്കുറിച്ച് പറയുന്നത്, ഒന്നാം പ്രതിവാദം എന്ന് പറയുന്നത് ആദ്യം ജയിലിലായ സമയത്തെ കുറിച്ചല്ല, ഈ രണ്ടാമത് അറസ്റ്റ് ചെയ്തപ്പോ ആദ്യം ഒന്ന് വിചാരണ ചെയ്തു. അവിടെയാണ് ഫസ്റ്റ് ഡിഫൻസ് എന്ന് പറയുന്നത്, ഒന്നാം പ്രതിവാദം. ആ സമയത്ത് റോമയിൽ വിശ്വാസികളുണ്ട് അല്ലേ, അവരാരും പൗലോസിനൊരു സഹായത്തിനായിട്ട് വന്നില്ല. ഒരുപക്ഷെ കാരണം അവരെല്ലാവരും നീറോ കൈസറിനെ ഭയപ്പെടുന്നുണ്ട്. ഒരാൾ അറസ്റ്റ് ചെയ്തപ്പം ദൂരെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന എളുപ്പമാണ്, പക്ഷെ കൂടെ ചെന്നൊന്ന് സഹായിക്കുന്ന വളരെ ബുദ്ധിമുട്ടാണ്. ആരും സഹായിച്ചില്ല എന്നിവിടെ കാണാനായിട്ട്. എന്നിട്ട് പറയുന്നു, ദൈവം അത് അവർക്ക് കർത്താവോ എനിക്ക് തുണ നിന്നു, എന്നെ കൊണ്ട് നിവർത്തിപ്പാനും സകല ജാതികളും കേൾപ്പാനും എന്നെ ശക്തീകരിച്ചു. അങ്ങനെ ഞാൻ സിംഹത്തിന്റെ വായിൽ നിന്ന് രക്ഷ പ്രാപിച്ചു. സിംഹത്തിന്റെ വായിൽ നിന്ന് രക്ഷ പ്രാപിച്ചു എന്ന് പറയുന്നത്, ചിലരെ ഒക്കെ ചിന്തിക്കുന്നത് ആരെയും കുറ്റം വിധിച്ചാൽ അവരെ മൃഗയുദ്ധത്തിന് വിട്ടുകൊടുക്കും അല്ലെ, വിശന്ന് വലഞ്ഞ മൃഗങ്ങളുടെ മുമ്പിലേക്ക് അവരെ എറിഞ്ഞു കൊടുക്കും, അവരെ അല്ലെ, അത് കാണാൻ ചുറ്റുപാടും ആളുകള് ഇരിക്കും, അതിന്റെ നടുക്കാണ് ഈ യുദ്ധം നടക്കുന്നത് അല്ലെ. അതിന്റെ സൈഡിൽ കൂടുണ്ട്, ആ കൂട്ടി ഇന്ന് മൃഗത്തെ അഴിച്ചുവിടും, നടുക്കോട്ടെ ഈ അല്ലെ അവര് കുറ്റം വിധിച്ച ആളിനെ ഇടുമ്പോ ഈ മൃഗം വന്ന് ആ മനുഷ്യനായിട്ട് ഓടിക്കും, എന്തിനാ, കടിച്ചു കീറാൻ വേണ്ടി. അത് കണ്ടുകൊണ്ട് ചുറ്റുപാടും ആളിരിക്കും. അങ്ങനെയുള്ള ഒരു ആംഫി തിയേറ്റർ പോലെയുള്ള സ്ഥലങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അത് മൃഗയുദ്ധം എന്ന് പറയും. പക്ഷെ അതിനെക്കുറിച്ചല്ല ഇവിടെ പറയുന്ന. കാരണം പൗലോസ് അപ്പോസ്തലൻ ഒരു റോമൻ പൗരനായിരുന്നത് കൊണ്ട് ഒരു റോമ പൗരനെ ഒരിക്കലും അങ്ങനെ ഒരു ശിക്ഷ കൊടുക്കുകയില്ല. റോമ പൗരനെ ക്രൂശിക്കുകയുമില്ല, മൃഗത്തിന്റെ മുമ്പിലേക്ക് ഇട്ടുകൊടുക്കുകയുമില്ല, പിന്നെ ശിരച്ഛേദം ചെയ്യുമെന്ന് മാത്രമേ ഉള്ളൂ. അതാണ് ഇവിടെ പൗലോസിന് സംഭവിക്കാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് സിംഹത്തിന്റെ വായിൽ നിന്ന് രക്ഷിക്കും എന്ന് പറയുന്നതിനെ കുറിച്ച് പറയുന്നത്, സിംഹത്തെ ആരോടാ ഉപമിച്ചിരിക്കുന്നത്? 1 പത്രോസ് 5-ാം അധ്യായത്തില് നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ. അപ്പം സിംഹം എന്നുള്ളത് സാത്താനെയാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നതെന്ന് നമുക്ക് ചിന്തിക്കുവാനായിട്ട് കഴിയും. എന്നാല് ഇത്രയും പേരൊക്കെ അല്ലേ, അലക്സാണ്ടർ ദേമാസ് ഈ ലോകത്തെ സ്നേഹിച്ചിട്ട് പോയി, മറ്റു പലരും പല ശുശ്രൂഷകൾക്കായിട്ട് പോയി, ലൂക്കോസ് മാത്രമേ കൂടെ ഉള്ളൂ. റോമയിലെ വിശ്വാസികള് തന്റെ ഒന്നാം പ്രതിവാദത്തിൽ ഒന്നാമത്തെ വിചാരണയിൽ തനിക്ക് തുണ നിന്നില്ല, എന്നാൽ കർത്താവ് എനിക്ക് തുണ നിന്നു. അത് പറയുമ്പോൾ അപ്പോസ്തല പ്രവൃത്തിയിലെ ചില കാര്യങ്ങള് നമുക്ക് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. കാരണം അപ്പോസ്തല പ്രവൃത്തിയില് പൗലോസിന്റെ ജീവിതത്തിൽ പൗലോസ് എപ്പോഴും കർത്താവ് തനിക്ക് തന്നെ ധൈര്യപ്പെടുത്തിയ ഒരു ശുശ്രൂഷയിലാണ് എപ്പോഴും ആയി. ദമസ്കോസിന്റെ പടിവാതിൽക്ക് വെച്ചാണ് പൗലോസ് എപ്പോഴും കർത്താവിനെ കണ്ടുമുട്ടുന്നത് ആദ്യമായിട്ട് അല്ലെ. കർത്താവ് ഉയർത്തെഴുന്നേറ്റ കർത്താവ് തനിക്ക് പ്രത്യക്ഷനായി, സൗലേ സൗലേ നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത്, മുള്ളിന് നേരെ ഉദയ്ക്കുന്നത് നിനക്ക് വിഷമമാകുന്നു എന്ന് പറയുമ്പോ, നീ ആരാകുന്നു കർത്താവെ എന്ന് ചോദിച്ചതിന്, നീ ഉപദ്രവിക്കുന്ന നസ്രയനായ യേശു ആകുന്നു ഞാനെന്ന് പറയുമ്പോൾ അന്നേരമാണ് തിരിച്ചറിയുന്നത്. നീ എഴുന്നേറ്റ് പട്ടണത്തിലേക്ക് പോകാൻ, നീ ചെയ്യേണ്ടത് ഞാൻ നിന്നോട് അറിയിക്കുമെന്ന് പറയുന്നു. ദാറ്റ് വാസ് ദ ഫസ്റ്റ് അപ്പിയറൻസ് ഓഫ് ദ റിസൺ ലോർഡ്. അത് ഉയർത്തെഴുന്നേറ്റ കർത്താവ് പൗലോസിന് പ്രത്യക്ഷനായ ആദ്യത്തെ അനുഭവമാണ്. എന്നാൽ ചില വാക്യങ്ങള് ഞാൻ സമയ ചുരുക്കം കൊണ്ട് ആ വാക്യങ്ങള് പറഞ്ഞു പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോസ്തല പ്രവൃത്തി 18-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യത്തില് പൗലോസ് പറയുന്നുണ്ട്, കൊരിന്തിൽ വെച്ച് താൻ ശുശ്രൂഷ ചെയ്യുമ്പോൾ. അപ്പോസ്തല പ്രവൃത്തി 18-ന്റെ 9 ഒന്ന് വായിക്കാമോ?
രാത്രിയിൽ കർത്താവ് ദർശനത്തിൽ രാത്രിയിൽ കർത്താവ് ദർശനത്തിൽ പൗലോസിനോട് പൗലോസിനോട് ഭയപ്പെടാതെ പ്രസംഗിക്കുക, നീ ഭയപ്പെടാതെ പ്രസംഗിക്കുക, മിണ്ടാതിരിക്കരുത്, മിണ്ടാതിരിക്കരുത്, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്, ആരും നിന്നെ കയ്യേറ്റം ചെയ്ത് ആരും നിന്നെ കയ്യേറ്റം ചെയ്ത് ദോഷപ്പെടുത്തുകയില്ല. അപ്പോ രാത്രിയിൽ പൗലോസ് കൊരിന്തില് വലിയ പ്രശ്നം ഉണ്ടായപ്പം അവിടുന്ന് വിട്ടുപോകാൻ തുടങ്ങുമ്പോൾ രാത്രിയിൽ ദർശനത്തില് കർത്താവ് പൗലോസിനോട് പറയും. അപ്പൊ ഓരോ സമയത്തും നിരാശയുടെ സമയത്ത്, പ്രതിസന്ധിയുടെ സമയത്ത് കർത്താവ് നേരിട്ട് പ്രത്യക്ഷനായി തന്നെ ധൈര്യപ്പെടുത്തുന്ന പൗലോസ് അനുഭവിച്ചതാ. ഇനി അപ്പോസ്തല പ്രവൃത്തി 22-ാം അധ്യായത്തിന്റെ 17-ഉം 18-ഉം വാക്യങ്ങളില് താന് ദമസ്കോസിൽ നിന്ന് യാത്ര ചെയ്ത് യെരുശലേമിൽ വന്നപ്പോഴ് തനിക്ക് ലഭിച്ചൊരു ദർശനത്തെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. ദേവാലയത്തിൽ ഇരിക്കുമ്പോൾ കർത്താവ് യെരുശലേമിൽ വെച്ച് അപ്പോസ്തല പ്രവൃത്തി 22-ാം അധ്യായം 17-ഉം 18-ഉം വാക്യങ്ങൾ. പിന്നെ ഞാൻ യെരുശലേമിൽ മടങ്ങിച്ചെന്ന് ദേവാലയത്തിൽ പ്രാർത്ഥിക്കും നേരം വിവശതയിലായി അവനെ കണ്ടു, കർത്താവിനെ കണ്ടു, യേശുവിനെ കണ്ടു. നീ ബന്ധപ്പെട്ട് വേഗം യെരുശലേം വിട്ടു പോക, സാക്ഷ്യം അവർ കൈക്കൊള്ളുകയില്ല എന്ന് എന്നോട് കൽപ്പിച്ചു. നീ ഇവിടെ വിട്ടു പോകാനായിട്ട് പറയും. ഒരിടത്ത് കൊരിന്തി പറഞ്ഞു, നീ ഇവിടെ മിണ്ടാതിരിക്കരുത്, നീ ഇവിടെ പ്രസംഗിക്കണം, ഈ പട്ടണത്തിൽ എനിക്ക് വളരെ ജനമുണ്ട്, ആരും നിന്നെ കയ്യേറ്റം ചെയ്ത് ദോഷപ്പെടുത്തുകയില്ലെന്ന് ദർശനം കൊടുത്തെങ്കിൽ അതിനു മുമ്പ് വേറൊരു സമയത്ത് യെരുശലേമിൽ വെച്ച് പറയുക, നീ ഇവിടുന്ന് പൊക്കോളാൻ പറയും. ഇനിയും അപ്പോസ്തല പ്രവൃത്തി 27-23 നമുക്കറിയാം, ഈശാനം ഉല്ലെന്ന് കൊടുങ്കാറ്റടിച്ച് തന്നെ റോമിലേക്ക് ഒന്നാമത്തെ അറസ്റ്റില് ശേഷം കൈസറെ അഭയം ചൊല്ലി റോമിലേക്ക് കൊണ്ടുപോകുമ്പോൾ അപ്പോസ്തല പ്രവൃത്തി 27-23 പൗലോസ് കപ്പലിലുള്ള 270 പേരടങ്ങുന്ന സംഘത്തോട് പറയുകയാണ്, എന്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ ദൈവത്തിന്റെ ദൂതൻ ഈ രാത്രിയിൽ എന്റെ അടുക്കൽ നിന്നു. പൗലോസെ ഭയപ്പെടരുത്, നീ കൈസറുടെ മുമ്പിൽ നിൽക്കേണ്ടതാകുന്നു. നിന്നോട് കൂടെ യാത്ര ചെയ്തവരെയൊക്കെയും ദൈവം നിനക്ക് ദാനം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. പൗലോസെ, നീ കൈസറുടെ മുമ്പിൽ നിൽക്കേണ്ടതാ. നിന്റെ തലമുടിക്ക് പോലും അവിടെ പറയുന്നുണ്ട്, ഒരു തലമുടി പോലും നിലത്ത് വീഴത്തില്ല, ഒരു ദോഷവും വരത്തില്ല. താഴോട്ട് പിന്നെ പൗലോസ് അത് പറയുന്നു. അപ്പോ എന്താണ് ഇത് കാണിക്കുന്നത്? യേശു ക്രിസ്തു ഓരോ സമയത്തും ദൈവം യേശു പ്രത്യക്ഷനായി പൗലോസിനെ കൽപ്പന കൊടുത്തത്, ശക്തീകരിച്ചത് ദമസ്കോസിലേക്കുള്ള യാത്രയിൽ മാത്രമല്ല, തുടർന്നുള്ള ഓരോ പ്രതിസന്ധിയിലും ഓരോ പീഡനത്തിലും കർത്താവ് പൗലോസിന്റെ കൂടെ നിൽക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതുകൊണ്ട് തന്നെ ജീവിതാവസാനത്തിൽ ഞാൻ പറയുകയാണ്, പലരും എന്നെ കൈവിട്ടു, എന്റെ ഒന്നാം പ്രതിഭാഗത്തിൽ ആരും എനിക്ക് തുണ നിന്നില്ല, എന്നാൽ കർത്താവ് തുണ നിന്നു, എന്നെ ശക്തീകരിച്ചു. പ്രിയമുള്ളവരെ, ആരെല്ലാം മാറിയാലും, ആരെല്ലാം കൈവിട്ടാലും, ആര് കൂടില്ലെങ്കിലും കർത്താവ് കൂടെ ഉണ്ട്. ഓരോ നിമിഷവും ഒരു ദൈവ പൈതലിന്റെ വലിയൊരു അനുഭവമാണ്. തനിക്ക് തന്റെ ജീവിത അവസാനത്തിൽ അതുകൊണ്ടാണ് പറയുവാൻ കഴിയുന്നത്, ഞാൻ നല്ല പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. കർത്താവ് എനിക്ക് തുണ നിന്നു, സിംഹത്തിന്റെ വായിൽ നിന്ന് എന്നെ രക്ഷിച്ചു. എന്നിട്ട് പറയുന്നു 18-ാമത്തെ വാക്യം, കർത്താവ് എന്നെ സകല ദുഷ്പ്രവൃത്തിയിൽ നിന്നും വിടുവിച്ച് തന്റെ സ്വർഗീയ രാജ്യത്തിനായി രക്ഷിക്കും, അവൻ എന്നേക്കും മഹത്വം. അതിന്റെ അർത്ഥം തന്നെ താൻ ശിരച്ഛേദം ചെയ്യപ്പെട്ട് മരിക്കുന്നില്ല എന്നല്ല, പക്ഷെ കർത്താവ് എന്നെ വിടുവിച്ച് തന്റെ മഹത്വമുള്ള രാജ്യത്തിനായിട്ട് രക്ഷിച്ചു. ഈ ലോകത്തിലെ അനുഭവത്തെ താൻ ഒന്നും കാര്യമായിട്ട് കണക്കാക്കുന്ന ഇല്ല. തന്റെ ലക്ഷ്യം എപ്പോഴും ആ നീതിയുടെ കിരീടം മാത്രമായി. ഇനിയും പിന്നെയും പൗലോസ് 19-20 അധ്യായങ്ങളില് 19-20-21 വാക്യങ്ങളില് ചിലരെയൊക്കെ പേരുകൾ പറയുന്നു. അവരുടെ പേരുകളിലൂടെ പെട്ടെന്ന് നമുക്ക് ചിന്തിക്കാം. പ്രിസ്കയും അക്വിലാവും നമുക്ക് വളരെ അടുത്ത പരിചയമുള്ളവരാണ്, അല്ലെ? പൗലോസ് കോരിന്തിൽ ചെല്ലുമ്പോൾ അന്നേരം റോമാ നഗരം വിട്ടുപോകണമെന്ന് ക്ലൗദ്യോസ് എന്ന കൈസർ കൽപ്പിച്ചതുകൊണ്ട് റോമാ നഗരത്തിൽ നിന്നും കൊരിന്തിലേക്ക് വന്ന യഹൂദന്മാരായ ദമ്പതികളായിരുന്നു ആര്? അക്വിലാവും പ്രിസ്കില്ലയും. അവരുടെ തൊഴിൽ എന്തായിരുന്നു? കൂടാരപ്പണിയായിരുന്നു. പൗലോസിന്റെയും പ്രൊഫഷൻ കൂടാരപ്പണി ആയിരുന്നത് കൊണ്ട് അവർ ഒരുമിച്ച് കൂടാരപ്പണി ചെയ്തു. എന്നിട്ട് അവിടെ കൊരിന്തിൽ ഒരുമിച്ച് ശുശ്രൂഷിച്ചു. അപ്പോസ്തല പ്രവൃത്തി 18-ാം അധ്യായത്തില് നമുക്കത് കാണുവാനായിട്ട് കഴിയും. 18-ന്റെ 1 മുതൽ 3 വരെ
പിന്നെ 24, 28 വാക്യങ്ങളിലെ 18, 24, 28 വാക്യങ്ങളിൽ അപ്പല്ലോസ് വന്നപ്പോഴ് അപ്പല്ലോസിനെ കൂട്ടിക്കൊണ്ടുപോയി ദൈവവചനം വ്യക്തമായിട്ട് ഉപദേശിച്ചു കൊടുത്തായിട്ട് നാം കാണുന്നു. എന്നാൽ റോമാലേഖനം 16, 3, 4 പെട്ടെന്നൊന്ന് വായിക്കാമെങ്കിൽ ഈ അക്കിലാവും പ്രിസ്കിലെ കുറിച്ചും കൊണ്ട് നല്ല വിവരണം അവിടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. റോമർ 16, 3, 4. ക്രിസ്തുയേശുവിൽ എന്റെ കൂട്ടുവേലക്കാരായ പ്രിസ്കയെയും അക്കിലാവിനെയും വന്ദനം ചെയ്യുവീൻ. അവർ എന്റെ പ്രാണനു വേണ്ടി തങ്ങളുടെ കഴുത്ത് വെച്ചു കൊടുത്തവരാകയാൽ അല്ലേ ആകുന്നു. അവർക്ക് ഞാൻ മാത്രമല്ല സകല സഭകളും വന്ദനം ചെയ്യും. എന്റെ പ്രാണനു വേണ്ടി പൗലോസിനെ എപ്പോഴാത് ചെയ്തതെന്ന് അറിയത്തില്ല. എന്റെ പ്രാണനു വേണ്ടി അവർ കഴുത്ത്, അത്രയ്ക്ക് നല്ല കൂട്ടാളികളെ പൗലോസിന്റെ ശുശ്രൂഷയിലുണ്ട്. ദൈവം തക്ക സമയത്ത് ഓരോരുത്തർക്കും കഴുത്ത് വെച്ചു കൊടുക്കാൻ തയ്യാറാകുന്ന ആളുകളെ, കുടുംബങ്ങളെ ദൈവം പൗലോസിന്റെ ശുശ്രൂഷയില് ഒരുക്കി. ഇനിയും അവരെ കുറിച്ച് തന്നെ വേറൊരു ഭാഗത്ത് പറയുന്നുണ്ട്. 1 കൊരിന്ത്യർ 16:19 പറയുന്നു, അവര് എഫെസോസില് താമസിച്ച തീമത്തിയോസിനെ സഹായിക്കുന്ന സമയത്ത് അവരെ കുറിച്ച് പറയുമ്പോഴ് അവരുടെ ഭവനത്തിലെ സഭയോട് കൂടെ നിങ്ങളെ വന്ദനം ചെല്ലുന്നു എന്ന് പറയുന്നു. അവരുടെ ഭവനത്തിലെ സഭയോടുകൂടെ. അപ്പോ പ്രാണന് വേണ്ടി കഴുത്ത് വെച്ചു കൊടുക്കുക മാത്രമല്ല, അവര് പിന്നെ എന്തായിരുന്നു? There was a church in their home. അവരുടെ വീട്ടിൽ എന്തോ ഉണ്ടായിരുന്നു? ഒരു സഭയുണ്ടായിരുന്നു. അപ്പൊ എത്ര നല്ലൊരു ദമ്പതികളായിരുന്നു പ്രിസ്കയും അക്കിലാവും. അവരെ കുറിച്ച് പല ഭാഗത്തായിട്ട് പറയുന്നുണ്ട്. ഇപ്പൊ ഇവിടെ പറയുന്നു പ്രിസ്കയ്ക്കും അക്കിലാവിനും ഒനേസിഫോരസിന്റെ കുടുംബത്തിനും വന്ദനം ചൊല്ലുക. അപ്പൊ ഇവരെവിടെയാ? പ്രിസ്ക, അക്കിലാവ്, ഒനേസിഫോരസും. തീമത്തിയോസ് ഇപ്പൊ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന എഫെസോസിലാണ്. അതുകൊണ്ടാണ് ഈ കത്തെഴുതുമ്പം പറയുന്നത് അവർക്ക് വന്ദനം അല്ലേ. നമ്മളൊരു സ്ഥലത്തുള്ളവർക്ക് വേണ്ടിയല്ലേ ഗ്രീറ്റിംഗ്സ് അറിയിക്കാൻ പറയുന്നത്. ഇപ്പൊ തീമത്തിയോസ് എഫെസോസിലാ. അപ്പൊ പ്രിസ്ക, അക്കിലാവ്, ഒനേസിഫോരസ് എഫെസോസിലാണ്. അതുകൊണ്ട് അവർക്ക് ഗ്രീറ്റിംഗ്സ് പറയുകയാണ്. ഇനി ഒനേസിഫോരസ് എന്ന് പറയുന്ന ആരായിരുന്നു? ഒനേസിഫോരസിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നത് ഈ തീമത്തിയോസിന്റെ 2-ാം ലേഖനത്തിൽ തന്നെ വായിക്കുന്നു. 2 തീമത്തിയോസ് 1-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം. പലപ്പോഴും എന്നെ തണുപ്പിച്ചവനായ ഒനേസിഫോരസിന്റെ കുടുംബത്തിന് കർത്താവ് കരുണ നൽകുമാറാകട്ടെ. അവൻ എന്റെ ചങ്ങലയെ കുറിച്ച് ലജ്ജിക്കാതെ ഞാൻ റോമയിൽ എത്തിയ ഉടനെ താല്പര്യത്തോടെ എന്നെ തിരഞ്ഞു കണ്ടെത്തുകയും ചെയ്തു. ആ ദിവസത്തിൽ കർത്താവിന്റെ പക്കൽ കരുണ കണ്ടെത്തുവാൻ കർത്താവിന് സംഗതി വരുത്തട്ടെ. എഫെസോസിൽ വെച്ച് അവൻ എനിക്ക് എന്തെല്ലാം ശുശ്രൂഷ ചെയ്തു എന്ന് നീ നല്ലവണ്ണം അറിയുന്നുവല്ലോ. അപ്പൊ ഒനേസിഫോരസിനെ കുറിച്ച് എന്തുവാ? എന്റെ ഹൃദയം തണുപ്പിച്ചു. ഞാൻ റോമയിൽ എത്തിയ ഉടനെ എല്ലാരും ലജ്ജിച്ചെങ്കിലും പലരും മാറി നിന്നെങ്കിലും അവന് താല്പര്യത്തോടെ എന്നെ അന്വേഷിച്ച് കണ്ടെത്തി. റോമയിൽ വെച്ച് മാത്രമല്ല, ഞാൻ എഫെസോസിൽ താമസിക്കുമ്പോഴും അവൻ എന്തെല്ലാം ശുശ്രൂഷ ചെയ്തു. അവന്റെ കുടുംബത്തിന് പ്രത്യേകമായിട്ട് വന്ദനം ചെയ്യുവാനായിട്ട് ഇവിടെ പറയുകയാണ്. ഇനിയും മറ്റൊരാളെ കുറിച്ച് പറയുന്നു. എരസ്തോസ് കൊരിന്തിൽ താമസിച്ചു. ഈ എരസ്തോസ് ആരാണ്? 2 തീമത്തിയോസ് 4:20 നാം കാണുന്ന ആ വ്യക്തിയെ കുറിച്ച് റോമാലേഖനം 16:23 നാം കാണുന്നു. റോമർ 16:23. എനിക്കും സർവ്വസഭയ്ക്കും എനിക്കും സർവ്വസഭയ്ക്കും അതിഥി സൽക്കാരം ചെയ്യുന്ന ഗായോസ് നിങ്ങളെ വന്ദനം ചെയ്യുന്നു. പട്ടണത്തിന്റെ ഭണ്ഡാര വിചാരകനായ എരസ്തോസ്. He was the treasurer of that city. അല്ലേ? പൗലോസ് എഴുതുന്ന സ്ഥലത്തെ സിറ്റിയുടെ ട്രഷറർ ആയിരുന്നു ആര്? എരസ്തോസ്. അപ്പൊ വളരെ പ്രോമിനന്റ് ആയിട്ടുള്ള, വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു ആ പട്ടണത്തിൽ ആര്? എരസ്തോസ്. അപ്പൊ ഇവിടെ എരസ്തോസിനും വന്ദനം ചെയ്യുവാനായിട്ട് അല്ലേ, എരസ്തോസ് കൊരിന്തിൽ താമസിച്ചു. പൗലോസ് കൊരിന്തിൽ നിന്നാണ് റോമാലേഖനം എഴുതുന്നത്. അപ്പൊ ആ എരസ്തോസ് കൊരിന്തിൽ താമസിച്ചു എന്ന് പറയുന്നു. പിന്നെ പറയുന്നു ത്രോഫിമോസിനെ
ഞാൻ മിലേത്തോസിൽ രോഗിയായിട്ട് വിട്ടേച്ചു പോകും. ഈ ത്രോഫിമോസ് എന്ന് പറയുന്ന ആസ്യക്കാരനാണ്. അപ്പോസ്തലപ്രവൃത്തി 20:4 നാം വായിച്ചു, ആസ്യക്കാരനായ തിഹിക്കോസും ത്രോഫിമോസും എന്ന് നാം വായിക്കുന്നു. ത്രോഫിമോസ് മിലത്തോസിൽ ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തിയാണ്. പക്ഷെ ഇപ്പോഴ് പുള്ളിക്ക് രോഗിയായതുകൊണ്ട് പൗലോസിന് കൂടെ കൊണ്ടുവരുവാൻ കഴിഞ്ഞു. പൗലോസ് ഒത്തിരി രോഗികളെ സൗഖ്യമാക്കിയ ആളാ അല്ലേ? അപ്പോസ്തലപ്രവൃത്തി 19-ാം അധ്യായത്തിന്റെ 11ഉം 12ഉം വായിച്ചാല് പൗലോസിന്റെ ശുശ്രൂഷയിൽ സമയത്ത് പൗലോസിന്റെ മെയ്മേൽ നിന്ന്, ദേഹത്ത് നിന്ന് ഉത്തരീയവും റൂമാലും എടുത്ത് മറ്റു രോഗികളുടെ മേൽ കൊണ്ടിട്ട് അവര് സൗഖ്യമായിട്ടുണ്ട്. ദേഹത്തുള്ള തൂവാലയോ അല്ലെ രണ്ടാം മുണ്ടോ ഒക്കെ എടുത്ത് വേറെ ആളുടെ അടുക്ക കൊണ്ടിട്ടാൽ സൗഖ്യമാകും. പക്ഷെ ഇവിടെ കൂടെ യാത്ര ചെയ്ത് ഒരാളിനെ സൗഖ്യമാക്കാൻ കഴിയുന്നില്ല. കാരണം എന്നാ? ദൈവം അത് ദൈവത്തിന്റെ ഹിതമല്ല. അപ്പൊ എല്ലാ സൗഖ്യവും ദൈവത്തിന്റെ ഹിതമാണെന്ന് നമുക്ക് വിശ്വസിപ്പാൻ പറ്റത്തില്ല. അനേകരെ സൗഖ്യമാക്കിയ പൗലോസിനും ഇവിടെ ത്രോഫിമോസിനെ രോഗിയായിട്ട് വിട്ടേച്ച് പോരേണ്ടി വന്നു. മിലേത്തോസിൽ രോഗിയായിട്ട് വിട്ടേച്ച് പോരേണ്ടി വന്നു. ഈ ത്രോഫിമോസും ആസിയയിലെ സഭയുടെ പ്രതിനിധിയായിട്ട് യെരുശലേമിലേക്ക് പോയ വ്യക്തിയാണെന്ന് അപ്പോസ്തലപ്രവൃത്തി 20:4 നമുക്ക് കാണുവാനായിട്ട് കഴിയും. കോട്ടെ താഴോട്ട് വരുമ്പോ 21-ാമത്തെ വാക്യം, ശീതകാലത്തിന് മുമ്പ് വരുവാൻ ശ്രമിക്കുക. യൂബിലോസും പൂദേസും ലീനോസും ക്ലൗദിയയും സഹോദരന്മാരെല്ലാവരും നിനക്ക് വന്ദനം ചൊല്ലുന്നു. യേശു ക്രിസ്തു നിന്റെ ആത്മാവോടുകൂടെ ഇരിക്കട്ടെ. കൃപ നിങ്ങളോടുകൂടെ ഇരിക്കട്ടെ. യൂബിലോസും പൂദേസും ലീനോസും ക്ലൗദിയയും ആരൊക്കെയാണെന്ന് നമുക്ക് അറിയില്ല. പക്ഷേ നമുക്കറിയാം അവരും ദൈവത്തോടെ വിശ്വസ്തരായിരുന്നവരാണ് അല്ലേ? ആ സഭയിലെ നല്ല കൂട്ടായ്മക്കാരായിരുന്നു. എത്രയോ പേരുടെ കാര്യമാണ് ഇവിടെ പൗലോസ് പറയും. അതിൽ ചിലരൊക്കെ അവിശ്വസ്തരായി തന്നെ വിട്ടുപോയവരും തന്നെ ഒറ്റിക്കൊടുത്തവരും തനിക്കെതിരെ കള്ളസാക്ഷ്യം പറഞ്ഞവരും ഒക്കെ ഉണ്ട്. അലക്സാണ്ടറെ പോലെ തന്നെ തിരിച്ചു നോക്കാതെ പോയവരുണ്ട്. സ്വന്തം താല്പര്യം കൊണ്ട് വിട്ടുപോയവരുണ്ട്. എന്നാൽ പൗലോസിന് തന്റെ ജീവിതാവസാനത്തിൽ ഇതൊക്കെ ആയാലും അനേകർ വിട്ടുപോയെങ്കിലും ദൈവം അനേകരെ കൂടെ നിൽക്കുവാനായിട്ട് ഒരുക്കി. പല സ്ഥലത്തും മനസ്സ് തണുപ്പിക്കുവാനും തനിക്ക് ശുശ്രൂഷ ചെയ്യുവാനും തക്ക സമയത്ത് വേണ്ട കാര്യങ്ങൾ ചെയ്യുവാനും ഒക്കെ ദൈവം തീമത്തിയോസിനെയും അല്ലെ അക്കിലാവെയും പ്രിസ്കില്ലയെയും ഒനേസിഫോരസിന്റെ കുടുംബത്തെയും എരസ്തോസിനെയും തിഹിക്കോസിനെയും തീത്തോസിനെയും പോലെയുള്ള അനേകരെ കർത്താവ് ഒരുക്കി. ഇപ്പൊ ഒരു ശുശ്രൂഷ നടക്കുമ്പോ എങ്ങനെ ഒറ്റയ്ക്ക് ചെയ്യുന്ന ശുശ്രൂഷയല്ല കർത്താവിന്റെ വേല. നാം പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത്, ദൈവം കർത്താവിന്റെ വേലയ്ക്ക് നാം ഇറങ്ങുമ്പോൾ ദൈവം അനേകം കൂട്ടാളികളെ ഒരുക്കും. ചിലരൊക്കെ വിട്ടുപോയെന്നിരിക്കും, ചിലരൊക്കെ നിരാശപ്പെടുത്തിയെന്നിരിക്കും, ചിലർ കുറെ കാലം കൂടെ നിന്നിട്ട് ഒടുവിൽ ഒറ്റപ്പെടുത്തി പോയെന്നിരിക്കും. എന്നാൽ ദൈവം കർത്താവ് എപ്പോഴും കോൺസ്റ്റന്റ് ആയിട്ട് കൂടെ ഉണ്ടല്ലേ? ഓരോ സമയത്തും ഓരോ പ്രതിസന്ധിയിലും തനിക്ക് കൂടെ നിന്ന്, ഞാൻ സേവിച്ചു വരുന്നവനും എന്റെ ഉടയവനുമായ കർത്താവിന്റെ ദൂതൻ എന്റെ അടുക്കൽ നിന്ന് പൗലോസെ ധൈര്യമായിരിക്കുക എന്ന് പറഞ്ഞു. പൗലോസെ നീ മിണ്ടാതിരിക്കരുത്, ആരും നിനക്ക് ദോഷം ചെയ്യുകയില്ല എന്ന് കൊരിന്തിൽ വെച്ച് പറഞ്ഞു. അപ്പൊ ഓരോ സമയവും കർത്താവ് കൂടെ ഉണ്ട്. കർത്താവ് കൂടെ നിൽക്കാൻ അനേകരെ ഒരുക്കി, നല്ല വിശ്വസ്തരായ ആളുകളെയും ഒരുക്കി. എന്നാൽ അതിൽ കുറച്ചു പേര് ഒറ്റിക്കൊടുത്തവരും കുറെ പേര് വിമർശിച്ചവരും കുറെ പേര് വിട്ടുപോയവരും ആയിരിക്കും. എന്നാൽ കർത്താവ് അല്ലേ, പലപ്പോഴും ഇവിടെ പൗലോസ് തന്റെ ജീവിതാവസാനത്തിൽ എഴുതുകയാണ്. പൗലോസ് ഇതാ കൊല്ലപ്പെടുവാനായിട്ട് പോകുന്നു, പൗലോസ് അടക്കപ്പെടുന്നു, എന്നാൽ ആ ശുശ്രൂഷ തുടരുന്നു. ഇംഗ്ലീഷിൽ ഇങ്ങനെ ഒരു ചൊല്ലുണ്ട്, ഗോഡ് ബെറീസ് ഹിസ് വർക്ക് മാൻ ബട്ട് ഹി ക്യാരീസ് ഓൺ ഹിസ് വർക്ക്. ദൈവം തന്റെ ശുശ്രൂഷകരെ അടക്കം ചെയ്യുന്നു, പക്ഷെ വേല തുടരും. ഒരു മോശ മരിച്ചു, മോശ അടക്കം ചെയ്തു, പക്ഷേ മോശയുടെ പുറകെ വരാൻ ദൈവം ഒരു യോശുവയെ ഒരുക്കും. കർത്താവിന്റെ വേല അപങ്കുരം തുടരും. എന്നാൽ നാം നിരാശയിലോ പ്രയാസത്തിലോ ആകുമ്പോൾ നമ്മെ ശക്തിപ്പെടുത്തുന്ന കർത്താവിന്റെ സാന്നിധ്യം. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കൊണ്ട് ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും എന്റെ ശിഷ്യരാക്കിക്കൊള്ളുവീൻ എന്ന് അരുളി ചെയ്ത കർത്താവ് പറയുന്നു, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ. ആ കർത്താവിന്റെ സാന്നിധ്യം എപ്പോഴും നമ്മോട് കൂടെ ഉണ്ട്. നിരാശയും പ്രതിസന്ധിയും പ്രതിബന്ധങ്ങളും ഒക്കെ വന്നു ചേർന്നിരിക്കും. എന്നാൽ അതിന്റെ മധ്യത്തില്
നമ്മെ ധൈര്യപ്പെടുത്തുന്ന, നമ്മോടെപ്പോഴും കൂടെയുള്ള കർത്താവിന്റെ സാന്നിധ്യം നമ്മോട് കൂടെയുണ്ട്. അതുകൊണ്ട് നമുക്കും നമ്മുടെ ജീവിത ഓട്ടത്തിന്റെ അവസാനത്തിൽ ഞാൻ നല്ല ഓർപ്പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായിട്ട് വെച്ചിരിക്കുന്നു. എനിക്ക് മാത്രമല്ല, അവന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും കൂടെ എന്ന് പറയുവാൻ ദൈവം സംഗതി വരുത്തട്ടെ. വചനം പ്രസംഗിക്കാം, സമയത്തും അസമയത്തും ഒരുങ്ങി നിൽക്കാം. ശുശ്രൂഷ എന്റെ പ്രവൃത്തി നിറപടിയായി നിവർത്തിക്കും. നമുക്ക് നമ്മുടെ തലകളെ വണക്കാം, കർത്താവിന്റെ സന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. പൗലോസിനെ പോലെ പറയുവാൻ, കർത്താവെ, എന്റെ ജീവിതം നന്നായിട്ട് പൂർത്തീകരിപ്പാൻ വിശ്വസ്തനും നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാണ്. നീതിയുടെ കിരീടം പ്രാപിക്കുക എന്നുള്ള ഇമ്പശബ്ദം കേൾക്കുവാൻ ഞങ്ങളെ ഒരുക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. അതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ.